മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വന്നി നല്ല കാഴ്ചപ്പാട് കാണണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഞാൻ ജാലിയൻവാല കാണിച്ച തോന്നിവാസങ്ങളൊന്നും എന്റെ ഓർമ്മയിൽ ഇല്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ സത്യത്തിൽ കരുതി മൂപ്പര് എന്തായി മൂപ്പരോട് മറന്നുപോയതാകാം എന്നുള്ള ആ ഒരു ധാരണയിൽ പിന്നെ ഞാൻ ആ നിലവാരത്തിലാണ് കരുതിയത്. പക്ഷേ സാക്ഷാൽ കാന്തപുരത്തോട് ജാലിയൻവാല തല്ലിപ്പൊളിയാണെന്ന് അബ്ദുൽ നസീർ അസ്ഹരി പറഞ്ഞപ്പോ കാന്തപുരം അതിനെതിരെ മറുത്തൊന്നും പറയാനുള്ള തെളിവുകൾ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല, അതൊക്കെ കേട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ വിശദമായിട്ട് തന്നെ ഞാനിപ്പോ സംസാരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വളരെ വ്യക്തമായിട്ട് തന്നെ മാന്യ സഹോദരന്മാർ ചിന്തിക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഖുർആൻ ഓതിയിട്ട് സ്വഹാബികളുടെ മേലിൽ പിന്നെ ശിർക്ക് ആരോപിച്ചുകൊണ്ട് മുശ്രിക്കുകളാണെന്ന് ഖവാരിജികൾ പറഞ്ഞെങ്കിൽ ഇവിടെ ഏറ്റവും അധികം തെമ്മാടിത്തങ്ങളും കാപട്യങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കക്ഷികൾ എല്ലാ പച്ചയായ നുണകളും പറഞ്ഞതിന് ശേഷം ദുന്യാവിന്റെ മോഹത്തിനും അതുപോലെ തന്നെ മറ്റുള്ള ചില സ്വാർത്ഥ താൽപര്യങ്ങൾക്കും വേണ്ടി മാത്രം ഒരു നുണ പറഞ്ഞാൽ ഞാൻ മാന്യനായ എന്റെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ തന്നെ ഞാൻ നേരത്തെ ബഹുമാന്യനായ നൂർ ഫൈസി ഉസ്താദ് പറയുന്നത് കേട്ടു. ഈ അബ്ദുൽ നസീർ അസ്ഹരിയുമായി ബന്ധപ്പെട്ട ഒരു ക്ലിപ്പും ഞാനിതുവരെയും പുറത്തു വിട്ടിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ നിലപാട് SGVയിലുള്ള എല്ലാവർക്കും അറിയാം. അബ്ദുൽ നസീർ അസ്ഹരി, ഞാനൊന്നും കൂടി പറയാം, അബ്ദുൽ നസീർ അസ്ഹരിയും ഞാനും കൂടി കൊണ്ടോട്ടി മേഖലയിലുള്ള ആളുകളുണ്ടോ? ക്ലാസ് റൂമിൽ കൊണ്ടോട്ടി ഉള്ള ആളുകളുണ്ടോ? ആരുമില്ലേ? കൊണ്ടോട്ടിക്കാരും ഇപ്പൊ ഈ സമയത്ത് കൊണ്ടോട്ടി മേഖലയിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. നാളെ നേരം വെളുത്തു കഴിഞ്ഞാല് പിന്നെ വായി തുറന്ന നുണ പറയുന്നൊരു ഗ്രൂപ്പാണല്ലോ. അതുകൊണ്ട് ഏതായാലും ഈ റഊഫ് കൊണ്ടോട്ടി എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ മരുമകൻ പെങ്ങളുടെ മകനായ അബ്ദുൾ റഊഫ് കൊണ്ടോട്ടി. റഊഫ് കൊണ്ടോട്ടി എല്ലാവർക്കും അറിയാലോ. മുറിച്ചാൽ AP എന്നുള്ള ചോര കാണുന്ന ഈ പറയുന്ന റഊഫ് കൊണ്ടോട്ടി. ആ റഊഫ് കൊണ്ടോട്ടിയോട് നാളെ കിടന്ന് ചോദിക്കണം നേരം വെളുത്താല്. കരിപ്പൂർ എയർപോർട്ടിൽ ജാലിയൻവാലയെ സന്ദർശിച്ച് ജിഷാനാകുന്ന ഞാനും അബ്ദുൽ നസീർ അസ്ഹരിയും കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോ നമ്മൾ ആദ്യമായി കാണുന്നത് ഈ പറയുന്ന അബ്ദുൾ റഊഫും അദ്ദേഹത്തിന്റെ കൂടെയുള്ള വൈദ്യരുമായിരുന്നു. വൈദ്യരറിയില്ലേ? അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. എന്തായിരുന്നു? ഒരു നദ്വിയില്ലേ, അബ്ദുസലാം സുല്ലമിയോട് സംവാദം നടത്തിയ വൈദ്യരില്ലേ? എന്തായിരുന്നു? റഫീഖ് നദ്വി. ഈ റഫീഖ് നദ്വിയും ഈ റഊഫും ആണ് ഞങ്ങളെ ആദ്യമായിട്ട് അവർ കരിപ്പൂർ എയർപോർട്ടിൽ തന്നെ വന്നിരുന്നു. അങ്ങനെ ഈ പറയുന്ന റഊഫിനോട് ഇത് വ്യാജമുടിയാണെന്ന് ആദ്യം തുറന്നടിക്കുന്നത് ആരാണ്? സാക്ഷാൽ നസീർ അസ്ഹരിയാണ്. ഈ പറയുന്ന അബ്ദുൾ റഊഫ് കൊണ്ടോട്ടിയോട് വളരെ വ്യക്തമായിട്ട് ജാലിയൻവാലയെ പറ്റി പിഴച്ച വ്യക്തിയാണെന്നും അദ്ദേഹം ശറഇന് സാക്ഷി പറയാൻ പറ്റാത്ത വ്യക്തിയാണെന്നും വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഒരു സനദ് കൊടുത്തിട്ടുണ്ടേ തന്നെ ആ സനദ് ഞാൻ അംഗീകരിക്കൂല, കാരണം അദ്ദേഹം സനദ് കൊടുക്കാൻ പറ്റുന്ന വ്യക്തിയല്ല എന്ന് തന്നെ വ്യക്തമായിട്ട് കാന്തപുരത്തോടടക്കം ഈ പറയുന്ന അബ്ദുൽ നസീർ അസ്ഹരി പറഞ്ഞിട്ട് പിന്നെ ആ മനുഷ്യന് നാട്ടിൽ ചില പിന്നെ വിഷയങ്ങളും സ്ഥാപനങ്ങളുമായി തുടങ്ങേണ്ട ചില ദുന്യവിയായ കാര്യങ്ങളൊക്കെ വന്നുവിട്ടപ്പോ എന്നാ മാന്യമായിട്ട് പറയാം, ഞാൻ കാന്തപുരം ഗ്രൂപ്പിൽ തന്നെ പോവാണ്. എനിക്ക് കാന്തപുരം ഉസ്താദ് പറഞ്ഞാൽ, നമ്മളെ വഹാബ് സഖാഫിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്ത്, കാന്തപുരം ഉസ്താദ് പറഞ്ഞാൽ അതിന്റെ അപ്പുറം ഇപ്പുറം ഇല്ല, ഞാനിതാ മടങ്ങിപ്പോന്ന് പറഞ്ഞിട്ട് പോവാം. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷമമുണ്ടായിരുന്നില്ല. പക്ഷെ ഈ മനുഷ്യൻ ചെയ്ത പരിപാടി ഉണ്ടല്ലോ, ജാലിയൻവാലയുടെ വീട് കണ്ടപ്പോ തന്നെ സഹോദരന്മാരെ, ബഷീർ ബാക്കവി എന്ന് പറയുന്ന ആ പണ്ഡിതൻ, അദ്ദേഹം ഇന്ന് ഖബറിലല്ല ഹയാത്തിലുണ്ട്, വിളിച്ചു ചോദിക്കണം. ബഷീർ ബാക്കവിയോട് ഇന്ന് വിളിച്ചു ചോദിക്കണം. അദ്ദേഹം സമസ്തക്കാരനോ SKSകാരനോ അല്ലല്ലോ. അദ്ദേഹത്തോടൊന്ന് വിളിച്ചു ചോദിക്കട്ടെ എപ്പിക്കാര്. ഈ പറയുന്ന നസീർ അസ്ഹരി ജാലിയൻവാലയുടെ വീടും പരിസരവും കണ്ടപ്പോ തന്നെ നമുക്ക് പോകാൻ പറഞ്ഞതാ. ജാലിയൻവാലയെ നേരിട്ട് കാണുന്നതിന് മുമ്പ് ജിഷാനെ വാ നമുക്ക് പോകാം
ഈ തെമ്മാടിയുടെ വീട്ടിൽ നമ്മൾ ഇനി ഒരു നിമിഷം നിൽക്കണ്ട എന്ന് വളരെ വ്യക്തമായി അവിടുന്ന് ഗർജിച്ചാണ് ഈ നസീർ അസ്ഹരി. ആ മനുഷ്യനാണ് പറഞ്ഞത് ഞാനൊന്നും കണ്ടിട്ടില്ല അല്ലേ. എന്നാ നസീർ അസ്ഹരി നിങ്ങൾക്ക് തെറ്റി. കാരണം അള്ളാഹു എവിടെയെങ്കിലും ഒരു തെളിവുകൾ ബാക്കിയാക്കും. അള്ളാഹു ജല്ല ജലാലുഹു അവന്റെ ദീന് സംരക്ഷിക്കാനും അവന്റെ ഹബീബായ ത്വാഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ കൊണ്ടുവന്നൊരു കളവും അത് നിങ്ങളെന്താ മനസ്സിലാക്കിയേ? ഒരു നസീർ അസ്ഹരിയെയും അല്ലെങ്കിൽ ഒരു ബഷീർ വാത്തവിയെയും അല്ലെങ്കിൽ ഒരു ജിഷാൻ മാഹിയെയും അല്ലെങ്കിൽ ഒരു SKSSFനെയും ഒന്നും കണ്ടിട്ടല്ല അള്ളാഹുവിന്റെ ദീനിവിടെ നിലനിർത്തുന്നെന്നുള്ള ബോധം അത് ഒരു അസ്ഹരി ബിരുദം എടുത്ത നിങ്ങൾക്ക് ഇല്ലാതായിപ്പോയത് വളരെയധികം ഖേദം തോന്നുക. അതുകൊണ്ട് റബ്ബ് ഹക്ക് ഏതെങ്കിലും ഒരു രൂപത്തിലൂടെ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അത് ഇന്നല്ലേ നാളാ. രാമൻ തള്ളിയും വേണമെന്നില്ല, നൗഷാദ് ഹസനിയും വേണമെന്നില്ല, ഈ മാഹിക്കാരനും വേണമെന്നില്ല, ഒരാളും വേണമെന്നില്ല. ഏതായാലും മാനവികത നിറയട്ടെ. മാനവികത നിറയുന്ന മാനവികതയ്ക്ക് വേണ്ടി ഇങ്ങനെയുണ്ടല്ലോ. ഇവർക്ക് ഏറ്റവും ഫിറ്റാകുന്ന ഒരു ആയത്തുണ്ട്, ഞാൻ കണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. ഈ വിഭാഗം എന്തൊന്ന് പറയുന്നതിനെതിരാണ് ഇവർ ചെയ്യുക. ഇവര് പറയുന്നതിനെതിര് ചെയ്യുക, ഇവര് പറയുന്നതിനെതിര് പ്രവർത്തിക്കുക. ആ ഒരു വിഭാഗം ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ ഇത് മാത്ര. ഞാൻ വേദനയോടെ ചോദിക്കുക, ഇന്നത്തെ സംവാദം ഞാൻ കൂടുതൽ കേട്ടില്ല. പക്ഷേ മുജാഹിദിന്റെ മൗലവിയായ ഹനീഫ് മൗലവി കായക്കൊടി ഈ പൊന്മളയുമായി ബന്ധപ്പെട്ട വിവാദം ഈ ചർച്ചയിൽ അങ്ങോളം ഇങ്ങോളം കുത്തിനിറച്ച് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ചിന്തിക്കണം. ഇതുവരെ കേരളത്തിൽ നമ്മൾ എത്ര സംവാദങ്ങൾ നടത്തിയിരുന്നു? ഏതെങ്കിലും ഒരു ജീവിച്ചിരിക്കുന്ന പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു മരണപ്പെട്ട വഫാത്തായ പണ്ഡിതന് ചൂണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വഹാബി മൗലവി ഇന്നേ വരെ ഇത് മുഅ്ജിസത്ത് നിഷേധിച്ച വ്യക്തിയാണ്, മുഅ്ജിസത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ നിങ്ങളെ നേതാവാണ് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച ഒരു അവസ്ഥ നിങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പക്ഷേ ഇപ്പൊ കുറച്ച് മാസം, ഒരു മാസം 1.5 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടു മീഡിയ വൺ ചാനലിൽ ഷെയ്ഖ് മുഹമ്മദ് എന്ന് പറയുന്ന ഷെയ്ഖല്ലാത്ത ആ ഒരു മുഹമ്മദ് കാരക്കുന്ന്, ആ മുഹമ്മദ് കാരക്കുന്ന് നടത്തിയ ചർച്ചയിൽ അദ്ദേഹവും പൊന്മളയെ ഉദ്ധരിച്ചു. അത് മനസ്സിലാക്കണം വിഷയം അല്ലേ. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന് പറഞ്ഞ വ്യക്തി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ ഉദ്ധരിച്ചു. ഈ വഹാബി പുരോഹിതന്മാര് അങ്ങോളം ഇങ്ങോളം പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ ഉദ്ധരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹത്തിന് ഒരു നാക്ക് പിഴ പറ്റിയതാണെന്നുള്ള വാദം ഈ കാന്തപുരത്തിന്റെ ആളുകൾക്കുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹം പറഞ്ഞ പദങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും ഇന്നേ വരെ അദ്ദേഹം ഏതെങ്കിലും ഒരു വേദിയിൽ വിശദീകരിച്ചോ? ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടോ? പൊന്മള എന്നോട് സംസാരിച്ച ഈ ഭാഗത്തെ പറ്റിയുള്ള വിശദീകരണം അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ വിശദീകരിച്ചതായിട്ട് നിങ്ങൾ കേട്ടോ? ഒരു 5 മിനിറ്റ് കൊണ്ട് കഴിയുന്ന പരിപാടിയാ. ഒരാള് വിശദീകരിച്ചു കഴിഞ്ഞാൽ, ഒരാളൊരു വാചകം പറഞ്ഞു കഴിഞ്ഞാൽ ആ വാചകം വിശദീകരിക്കേണ്ടത് അദ്ദേഹം തന്നെ എന്നല്ലേ പേര് അബ്ദുറഹ്മാൻ സഖാഫി ഈ കാലം അത്രയും പ്രസംഗിച്ചത് അല്ലേ? കഫറ എന്നുള്ളൊരു വാചകം പറഞ്ഞാൽ ആ പറഞ്ഞ ആള് വിശദീകരിക്കണം കഫറയുടെ അർത്ഥം എന്നല്ലേ ഇത്രയും കാലം പഠിപ്പിച്ചത്. എന്നിട്ടിപ്പോ സാക്ഷാൽ പൊന്മള ഈ ഒരു വാചകം അത് കേരളത്തിലെ മുഴുവൻ വഹാബികളും മൗദൂദികളും പുത്തൻവാദികളുമായ മുഴുവൻ അണ്ടരും അടകോടരും അത് ദുർവ്യാഖ്യാനിക്കുന്ന സമയത്ത് ഈ മുഫ്തി വേഷം ചമയുന്ന ആളുകൾ അതിങ്ങനെ നോക്കി നിന്ന് കണ്ട് രസിക്കുകയാണോ? നിങ്ങൾ ആലോചിക്കണം. ഞാൻ ആ സംവാദത്തിന്റെ ഒരു അല്പഭാഗം കേട്ടില്ല. ആ ഭാഗം കേൾക്കുന്ന ഭാഗം തന്നെ നോക്കുമ്പോൾ എത്തിപ്പെട്ടതാ. കായക്കൊടിങ്ങ പറയാ, ഏത് പടച്ച തമ്പുരാനെ അതിനുള്ളൊരു നിയോഗം ഈ പാവപ്പെട്ട ഞാനും അതിൽ പെട്ടുപോയല്ലോ എന്ന് ആലോചിക്കുക. കാരണം സങ്കടമുണ്ട്. കാരണം മറ്റുള്ള പുത്തൻവാദികളായ മൗലവിമാർക്ക് സുന്നത്ത് ജമാഅത്തിന്റെ മാംസം കടിച്ചു വലിക്കാൻ പാകത്തിൽ ഉള്ള ഒരു വിവാദം ഉണ്ടാക്കുക ചെയ്തിട്ട് ആ വിവാദത്തെപ്പറ്റി ഒരു വിശദീകരണം പോലും നൽകാതെ, ആ വിവാദത്തെപ്പറ്റി ഒരു നിജസ്ഥിതി പറയാതെ, സമൂഹത്തോട് വ്യക്തമായി പറയാതെ, എന്നിട്ട് ആളുകളുടെയിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്കിടയിൽ സംശയത്തിന്റെ വിത്തുവാകാൻ വേണ്ടി, എന്നിട്ട് നിങ്ങൾ ആലോചിക്കണം, 1ാം നിരയിലുള്ള ഇവരെ മുശാവറയിലുള്ള അംഗങ്ങളാരും ഇതിനെതിരെ പ്രതികരിച്ചില്ല. 2ാം നിരയിലുള്ള ആളുകളും പ്രതികരിച്ചില്ല. 3ാമത്തെ നിരയിലുള്ള ആളുകളും പ്രതികരിച്ചില്ല. അങ്ങനെ നമ്മൾ പിന്നെ കാണുന്നത് 4ാം നിരയിലും 5ാം നിരയിലുള്ളൊക്കെ
ബൈലസ് ക്ലാസ് റൂമിലുള്ള ഓരോ അഭിനവ മുഫ്തിമാര് ഈ വിഷയം കൈകാര്യം ചെയ്തിട്ട് കുളം തോണ്ടുന്നൊരവസ്ഥയെ നിങ്ങൾ കണ്ടല്ലേ? ബഹുമാനപ്പെട്ട അബ്ദുസലാം ബാഖവിയോട് സംസാരിച്ചിട്ട് അവസാനം പറയുന്നത് എന്താണെന്നുള്ള ബോധം പോലും ഇല്ലാതെ ഖബറ് തുറന്നു നോക്കാൻ നിങ്ങൾ ചോദിക്കുമോ, നിങ്ങൾ ഖബറ് തുറന്നു നോക്കുമോ എന്ന് പറയുന്ന സഫാഹത്ത് പോലും വിളമ്പിയ ഒരു സംവാദം നമ്മുടെ മുമ്പിൽ കഴിഞ്ഞുപോയി. ഏതായാലും മാന്യ സഹോദരന്മാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വിഷയങ്ങൾ മുഴുവനും ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വിനയപൂർവ്വം ഞാൻ ചോദിക്കുക, വളരെ വിനയപൂർവ്വം. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു ഗോസിപ്പും ഇവരുടെ ഈ തൻപൊനിമയും അത് വളരെ വ്യക്തമാകാൻ വേണ്ടി ഞാൻ ചോദിക്കുക. ഈ കാന്തപുരത്തിന്റെ അനുയായികളോട് എനിക്ക് ചോദിക്കാനുള്ളത്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് പറ്റിയ ഒരു തെറ്റ്, ഏതെങ്കിലും ഒരു തെറ്റ് നിങ്ങൾ അംഗീകരിച്ചതായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഉണ്ടെങ്കിലൊന്ന് പറയാം. ഇന്ന വിഷയത്തിൽ കാന്തപുരത്തിന് ആ വിഷയത്തിൽ ഭാഗപ്പിഴവ് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് പറയാൻ തന്റെ ഇടയിൽ ഏതും കുട്ടിയുണ്ടോ? ഇവര് പറയൂല. ഇവരൊരു കാലത്തോ ആൾ അംഗീകരിക്കില്ല. ഇവരെ വാദം എന്താ? ഉസ്താദിന് ഒരു തെറ്റും പറ്റൂല, ഉസ്താദിന് ഒരു അബദ്ധവും പറ്റൂല. അങ്ങനെയാണല്ലോ ഇവരെ വാദം, അല്ലേ? ആ വാദമുള്ളത് കൊണ്ട് തന്നെ ഇത്രയും അന്തം കമ്മികളായ കുറച്ച് ആളുകളും കൂടെ ഉണ്ടാകുമെന്നുള്ളത് നിജസ്ഥിതി വസ്തുതയാണ്. ഏതായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഏതായാലും കുട്ടിമോനും ബാക്കി എല്ലാ ആളുകളും ഒന്ന് ശാന്തരായിരിക്കുക. അബ്ദുൽ നസീർ അസ്ഹരിയാണ് ഈ ചർച്ചയെ നിയന്ത്രിക്കുന്നത്. ഈ വിഷയം വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു. കാന്തപുരം അബ്ദുൽ നസീർ അസ്ഹരി മുടിയെ ശക്തമായി എതിർക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞപ്പോ, അബ്ദുൽ നസീർ അസ്ഹരി മുടിയെ ശക്തമായി എതിർക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞപ്പോ സാക്ഷാൽ ചുള്ളിക്കോട് അടക്കമുള്ള നേതാക്കന്മാർ എന്ത് ചെയ്തു? കാന്തപുരത്തിന്റെ ആളുകൾ എന്ത് ചെയ്തു? നസീർ അസ്ഹരിയെ ബന്ധപ്പെട്ട് കാന്തപുരവുമായി മർക്കസിൽ ഒരു ചർച്ചയ്ക്ക് കളമൊരുക്കിയാണ്. ഇതൊന്നും പുറംലോകം അറിയാത്ത സംഭവം. അത് അറിയിക്കേണ്ട സമയമാകുമ്പോ അത് അറിയിക്കാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഞാൻ ക്ലിപ്പിന്റെ വിഷയത്തിലേക്ക് പോവാ. അങ്ങനെ കാന്തപുരത്തെ നേരിട്ട് ഈ അബ്ദുൽ നസീർ അസ്ഹരി പോയി കാണുകയും അദ്ദേഹം അന്ന് ആൺകുട്ടിയായിട്ട് മുഹമ്മദ് ഇഖ്ബാൽ ജാലിയവാലയുടെ കൈകളിലൂടെ കിട്ടിയ മുടി വ്യാജമാണ് ഉസ്താദേ, അതിന്റെ പിന്നാലെ നമ്മൾ വല്ലാതെ പോകണ്ട, ആ സനത് വ്യാജമാണ്, ജാലിയവാല തല്ലിപ്പൊളിയാണ്, ഈ മുടികൾ വ്യാജമാണെന്ന് വളരെ വ്യക്തമായി സമർത്ഥിച്ച് കാന്തപുരമൊക്കെ മൗനമായി കേട്ടുനിന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഈ മുടിയിൽ എന്ന് സ്വയം ആശ്വാസം കൊണ്ടുകൊണ്ട് കാന്തപുരം അവസാനം 1 മണിക്കൂർ നീണ്ട ചർച്ച, ആ ചർച്ചയുടെ വിശദമായ ഭാഗങ്ങൾ ഈ പറയുന്ന അബ്ദുൽ നസീർ അസ്ഹരി എനിക്ക് വിശദീകരിച്ചു തരുന്നതാണ് നിങ്ങൾ ഇപ്പൊ കേൾക്കാൻ പോകുന്നത്. ഏതായാലും അമീർ സാഹിബ് ഒന്ന് കൈപൊന്തിച്ചോ, എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. പയ്യോളിക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുകയും ഈ സാധുവായ എന്നെ മുനാഫിക്കും കബറനുമാക്കി മാറ്റുകയും ചെയ്ത മുഴുവൻ മുടിക്കുട്ടികൾക്കും ഞാനിതാ സമർപ്പിക്കുന്നു. തോട്ടക്കാട് ആരാലും കുഴപ്പമില്ല, വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അബ്ദുൽ നസീർ അസ്ഹരി കാന്തപുരത്തിനെ കാണാൻ മർക്കസിൽ പോയിട്ട് അവിടെ മർക്കസിൽ വെച്ച് നടത്തിയ ചർച്ചയെ പറ്റി അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ എന്നോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പൊ കേൾക്കാൻ പോകുന്നത്. ഇത് നിഷേധിക്കാൻ വല്ല ഉളുപ്പുള്ള മുടിക്കുട്ടികളുണ്ടെന്ന് വരട്ടെ. ഏതായാലും നസീർ അസ്ഹരിയെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. ഈ ചർച്ച ഇനി മുമ്പോട്ട് നയിക്കുന്നത് നമ്മുടെ അബ്ദുൽ നസീർ അസ്ഹരി ആയിരിക്കും എന്ന് ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. അതുകൊണ്ട് മാന്യ സഹോദരന്മാര് വളരെ ശ്രദ്ധിച്ച് ഓരോ വാചകങ്ങളും, ഈ നസീർ അസ്ഹരി പറയുന്ന ഓരോ വാചകങ്ങളും നിങ്ങളെ കൽബിൽ നിങ്ങൾ തറപ്പിച്ചു വെച്ചോ. ഓരോ ഭാഗങ്ങളും നിങ്ങൾ വളരെ വ്യക്തമായി ശ്രദ്ധിച്ച് കേൾക്കുക. എത്ര കണിശവും ശക്തവുമായിട്ടാണ് അദ്ദേഹം ഈ മുടിയെ എതിർത്തതെന്നും ഈ ജാലിയവാല തല്ലിപ്പൊളിയാണ് അദ്ദേഹം പറഞ്ഞതെന്നും നിങ്ങളൊന്ന് കേൾക്കാൻ ഇവിടെ സമയമായിരിക്കുന്നു. അതുകൊണ്ട് തോട്ടക്കാട് മൈക്കിലേക്ക് വരിക, എല്ലാവരും ഒന്ന് കാത് കൂർപ്പിച്ച് കേൾക്കട്ടെ. അതുപോലെ പയ്യോളി അടക്കമുള്ള കുമ്മോളി അടക്കമുള്ള ആളുകൾ മറ്റുള്ള ഐഡികളിൽ വന്നിട്ടുണ്ടാകുമെന്ന് അറിയാം. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലിപ്പ് കേട്ടാൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകുമെന്നുള്ള ഒരു വിഷയവും എനിക്കില്ല. കാരണം നിങ്ങളുടെ ലക്ഷ്യം ഇവിടെ ദുന്യാവൊന്നും ജീവിച്ചു പോക്കാണെന്ന് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വണ്ടി, ഈ പൊട്ടിയ ടയറുമായിട്ടുള്ള ഈ വണ്ടി അത് നിങ്ങൾ ഉരുട്ട് തന്നെ ചെയ്യുമെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾ ഉരുട്ടിക്ക മക്കളെ. പക്ഷേ നിഷ്പക്ഷ ബുദ്ധിയ കാര്യങ്ങൾ ഇഷാൻ വ്യക്തിവിരോധം തീർക്കുന്നു. മോനെ തൊയ്യബേ, ഒരു വ്യക്തിവിരോധമില്ല.
അള്ളാന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കൊണ്ടുവന്നൊരു കളവ് ഇവിടെ ആരാ വെട്ടിയത്? വ്യക്തിവിരോധത്തിന്റെ ഒരു ക്ലിപ്പ് ഇവിടെ വെക്കേണ്ട ഞങ്ങൾക്ക് ആവശ്യമില്ല. അതേസമയത്ത് വളരെ വ്യക്തമായിട്ട് നിങ്ങളിപ്പോ വലിയ മഹാനാണെന്നും നിങ്ങളിപ്പോ നസീർ അസീരിക്ക് മനം മാറ്റം ഉണ്ടായെന്നും ജിഷാൻ പറ്റിച്ചു എന്നല്ലേ പറഞ്ഞേ? എന്നാടോ മക്കളെ, കാന്തപുരത്തിന്റെ ഒന്നായിട്ട് നടന്ന ചർച്ചയിൽ ജിഷാൻ പോയിട്ടില്ല. കാന്തപുരത്തിന്റെ ഒന്നായിട്ട് നസീർ അസീരി സംസാരിച്ച ആ ചർച്ചയിൽ ജിഷാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ ആ പരിസരത്തെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ജിഷാന്റെ കൂടെ വന്നോ, നിങ്ങൾ ജിഷാന്റെ കൂടെയാണോ പോയത് എന്ന കാന്തപുരത്തിന്റെ ചോദ്യത്തിന് പോലും നസീർ അസീരി സ്വന്തമായ സ്റ്റാൻഡ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അല്ല, ഞാനവിടെ പോയപ്പോൾ ജിഷാനെ കണ്ടെന്നാണ് പറഞ്ഞത്, നസീർ അസീരി പറഞ്ഞത്. അപ്പൊ അത്രയും വ്യക്തമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ ഇവിടെ സമർത്ഥിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് ഈ പറയുന്ന തൊയ്യിബിനെ പോലുള്ള ആളുകൾക്ക്, മുതുകുറ്റിയെ പോലുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് സിന്ദാബാദ് വിളിക്കാനും നിങ്ങൾക്ക് ഭക്തജനങ്ങളുടെ ആ ഭക്തിഗാനം പാടാനേ നിങ്ങൾക്ക് അറിയുമെന്ന് വ്യക്തമായി ഞങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾ ഒരു വട്ടം ഇതൊന്ന് കാത് കൂർപ്പിച്ച് കേട്ടെങ്കിൽ എന്നെ വിളിച്ച ഈ തെറികളും എനിക്കെതിരെ നിങ്ങൾ പറഞ്ഞ ഈ നിഫാക്ക് ഏത് ഭാഗത്തേക്കാണ് മടങ്ങുന്നത് എന്ന് നിങ്ങൾ ഒരു വട്ടം ചിന്തിച്ചെങ്കിൽ സഹോദര, നാളെ ഖബറിൽ പോകുന്ന സമയത്ത് നിങ്ങളെ കൂടെ കാന്തവരുണ്ടാവില്ല, ജിഷാനും ഉണ്ടാവില്ല, അസേരി ഉണ്ടാവില്ല. അതുകൊണ്ട് എവിടെയാണ് സത്യം, എവിടെയാണ് ബാത്തില്, എവിടെയാണ് ഹക്ക്, എവിടെയാണ് ബാത്തില് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്കിതാ ഒരു സുവർണാവസരം തരുന്നു. ബഹുമാന്യനായ തോട്ടക്കാട് മൈക്കിലേക്ക് വന്നോളൂ. നസീർ അസേരി കാന്തപുരത്തിന്റെ വിശേഷങ്ങൾ എന്നോട് പറയുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. പിന്നെ നാളെ ഇത് ഫേസ്ബുക്കിൽ എത്തിക്കേണ്ട ആളുകളൊക്കെ എത്തിക്കുക. എല്ലാവരും അറിയണം, ഇവർ കാണിക്കുന്ന ഈ കാപട്യം മുഴുവൻ ആളുകളും അറിയും. അതുകൊണ്ട് ഇത് നല്ല തലവാചകം കൊടുത്തിട്ട് ഇത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന ആളുകൾ നന്നായി പ്രചരിപ്പിക്കുക. കാരണം ഈ കാപട്യത്തിന്റെ ഈ കളിയുണ്ടല്ലോ, അത് ഇനിയും നടക്കൂല. സുബ്ഹാനല്ലാഹ്, ഇതൊന്നും ഞാൻ ക്ലിപ്പാക്കിയിട്ടില്ലെങ്കിൽ ഈ വിഭാഗം ആളുകൾ പറയുന്ന കാര്യം എന്തായിരിക്കും? ലോകത്താരെങ്കിലും വിശ്വസിക്കോ? തൊയ്യബേ, ലോകത്താരെങ്കിലും വിശ്വസിക്കോ ഈ ബുറാഖ് എന്ന് പിന്നെ പേരുള്ള ഐഡിയിലുള്ള സഹോദരനോട് ചോദിക്കുക. അതുകൊണ്ടൊരു കളവ്, ഇന്നൽ ബാത്തില കാന സഹൂക, ഒരു കളവ്, ഒരു അസത്യം, അത് കാലാകാലം ഇവിടെ നിലനിൽക്കുമെന്നുള്ള തോന്നല് അതൊരാൾക്കും വേണ്ട. അത് ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ, അല്ലെങ്കിൽ റബ്ബ് തീരുമാനിച്ച ആ ഒരു ദിവസം അത് മാഞ്ഞു പോകുക തന്നെ ചെയ്യും. അതുകൊണ്ടാണല്ലോ നിങ്ങളെ പയ്യോളിക്കാരനും നിങ്ങൾ അസ്കർ കാരാത്തോട് എന്ന് പറയുന്ന ആ സുഹൃത്തും കൂടി ഈ പാവപ്പെട്ട എന്നെ മോശമാക്കാൻ വേണ്ടി ഒരു കള്ള സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ഒരു നാടകം എന്നുള്ള പേരിൽ ഒരു ഇന്റർവ്യൂ STVയിൽ നടത്തിയാൽ അതുകൊണ്ട് ഒലിച്ചു പോകുമെന്ന് കരുതി STVക്കാരോട് പറയുന്നു, നിങ്ങളെ ക്ലാസ് റൂമിന് ഇത് മൊത്തം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. എല്ലാവരും ഒന്ന് കാത് കൂർപ്പിച്ച് കേട്ടോ. ഏതായാലും തോട്ടക്കാട് മൈക്കിലേക്ക് വരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശേഷങ്ങളൊക്കെ? ഉറങ്ങിണിച്ച ഉടനെ ഞാൻ മൊബൈൽ നോക്കിയേ. ഇന്നലെ രാത്രി ഇങ്ങോട്ട് വിളിച്ചിഞ്ഞോ? ഞാനല്ല, ഷെറഫ് വിളിച്ചെന്ന് പറഞ്ഞു രാത്രി. നിങ്ങൾ കട്ട് ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ നേരം പോലത്തെ നീച്ചു നോക്കുമ്പോ ഒരു കോൾ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കി. പിന്നെ ഞാന് ഉറങ്ങിപ്പോയി. 12 മണി കഴിഞ്ഞിരിക്കുന്നതൊക്കെ 12:30 ഉറങ്ങി. ശരി. അപ്പൊ വീട്ടിലെത്താൻ ലേറ്റ് ആയി? എങ്ങനെ? വീട്ടിൽ വരാൻ ലേറ്റ് ആയിനാ? കാരണം മൂപ്പരടക്കുമ്പോ 10 മണി കഴിഞ്ഞിരിക്കുന്നു, 10:30 ആയിക്കുന്നു. അപ്പൊ മൂപ്പര് വന്നതിന് ശേഷം പിന്നെ 10:30 10:15 മൂപ്പരോട് സംസാരിച്ച് 1 മണിക്കൂറോളം സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ അവരെ വർക്കത്തിന്റെ വണ്ടി തന്നെ വീട്ടിലെത്തി. 12:30 ആയിക്കുന്നു കിടന്നപ്പോ പിന്നെ ചോറൊക്കെ പിന്നെ അവിടെ തന്നെ വെച്ചോണ്ട് പിന്നെ വീട്ടിൽ വന്നതിന്റെ ശേഷം ചോറ് കഴിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. അത് ശരി. ഏതായാലും ചുരുക്കാണ്ട് നീട്ടാണ്ട് രണ്ടിന്റെ ഇടയിലൊന്ന് നമുക്കൊന്ന് പറഞ്ഞ ഞാൻ നേരത്തെ കണക്കൂട്ടിയ മാതിരിയൊക്കെ തന്നെയാണ്. പിന്നെ ഞാന് നമ്മളെ സന്ദേശം മൂപ്പരൊക്കെ എത്തിക്കാന്നുള്ളൊരു ഒരു വെറുമായിരുന്നു ഇന്നലത്തെ മീറ്റിംഗിൽ കാര്യമായിട്ട്. അത് നമ്മൾ എത്തിച്ചു, ശരിക്കും എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മൂപ്പരേക്ക് സമ്മതിക്കുന്നില്ല. മൂപ്പരെന്താ പറയുന്നത്? മൂപ്പർക്ക് വേറെ ഒരു തീരുമാനം തന്നെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ തീരുമാനത്തിൽ അങ്ങനെ. എന്നാലും ഞാൻ പതുക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മള് ഉസ്താദിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ പ്രശ്നമുള്ള കാര്യമില്ല. വ്യക്തിപരമായ വിഷയമാണ്. പക്ഷെ അത് സമൂഹത്തിൽ വലിച്ചിടുകയും മറ്റുള്ളവരെ കൊണ്ടും കൂടി അംഗീകരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശൈലി വേണ്ട. അതുപോലെ ഈ പ്രസംഗിക്കുന്ന ആളുകളുടെ നിയന്ത്രണം വിടുന്ന സ്വഭാവം വേണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതിനൊന്നും മൂപ്പരെതിരല്ല, ഒക്കെ അങ്ങനെ തന്നെയൊന്നും പറഞ്ഞു എന്നോട്. ഓക്കെ ഇൻഷാ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞു.
അല്ല മൂപ്പര് ഇതാന്നുള്ളതിന് മൂപ്പർക്ക് എന്താ തെളിവ് അത് കെട്ടുന്നാല്? അല്ല അത് ഞാൻ പിന്നെ മൂപ്പരെ ഡിബേറ്റ് ചെയ്തില്ല. കാരണം അത് ഇന്നെ കൊണ്ട് സാധിക്കുന്ന പണിയല്ലത്. മൂപ്പരെ വിശ്വസിച്ച് കഴിഞ്ഞാല് ഞാൻ മൂപ്പരെ മറക്കേ നടക്കുന്ന കാര്യമില്ല. അല്ല നിങ്ങൾ ഇയാളെ ഈ ഫിസിക്കുകൾ എണ്ണി പറഞ്ഞപ്പോ എന്താ പറയുന്നത്? അവനെയായിരിക്കാം ആൾക്ക് മൂപ്പര് ഞാനന്ന് കണ്ടിട്ടില്ല, ഞങ്ങളല്ലേ കണ്ടത്. ഞാനാളെ പോയിരുന്നു, ഞാനാളെ പോയതൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എന്നാ ഓക്കെ ഉസ്താദെ, ഞാൻ തർക്കിക്കുന്നില്ല. ഉസ്താദിന് ബോധ്യപ്പെട്ടല്ലോ ആണെന്ന്, എനിക്ക് ബോധ്യപ്പെട്ടിട്ടല്ലാന്ന് ഞാൻ തുറന്നു പറഞ്ഞു. പറഞ്ഞു നേരെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു എനിക്കിത് അതല്ലാന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് എന്താണ് അസീരി പറഞ്ഞത്? എനിക്ക് അല്ല എന്ന് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആരോടാ പറഞ്ഞത്? അസ്കർ കാരാത്തോടിനോടല്ല, സാക്ഷാൽ കാന്തപുരത്തോട്. ഇതിലും വലിയ ആരോടോ നിങ്ങളുടെ കൂട്ടത്തില്? ബഹുമാന്യനായ അബ്ദുൽ നസീർ അസീരി പറഞ്ഞു എനിക്ക് അല്ല എന്ന് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഏത് ജിബിരിയിലാ ഇറങ്ങിയത് അസീരി? ഏത് ജിബിരിയിലാ പയ്യോളി ഇറങ്ങിയത്? ഒന്ന് പറയണം കേട്ടോ. ആളുകളുടെ ഇടയിൽ മക്കളെ നിങ്ങളെ സമ്മതിച്ചിന് കേട്ടോ. നിങ്ങളെ തൊലിക്കട്ടിയുണ്ടല്ലോ, ഇത്ര പച്ചയായിട്ട് വ്യഭിചരിക്കുന്ന, ഇത്ര പച്ചയായിട്ട് സത്യത്തെ വ്യഭിചരിക്കുന്ന, എന്നിട്ട് അത് മാത്രമല്ല സത്യം പറയുന്ന ആളുകൾ മുഴുവൻ മുനാഫിക്കീങ്ങള്, സത്യം പറയുന്ന ആളുകൾ മുഴുവൻ കപടന്മാര്. എന്നിട്ട് ഈ തോന്നിവാസങ്ങൾ മുഴുവൻ ചെയ്തിട്ട് എന്റെ പയ്യോളിയോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇലാ യൗമുൽ ഖിയാമ വരെ മാഹി ഓപ്പറേഷൻ എന്നുള്ള പേരിട്ടിട്ട് നിങ്ങൾ ക്ലാസ് റൂമിൽ ആളെ കൂട്ടാനുള്ള പരിപാടി നടത്തിയാൽ ഇൻഷാ അല്ലാഹ് 5 മിനിറ്റ് ക്ലിപ്പ് ഇട്ടിട്ട് അത് ഒലിപ്പിക്കും ഞാൻ. എന്താ നിങ്ങളൊക്കെ വിചാരിച്ചത്? ഒന്നുകൂടി എല്ലാവരും കേൾക്കട്ടെ. ജാലിയ, അപ്പൊ ഞാൻ ചോദിക്കാണ്, ജാലിയവാലയുടെ ഫിസിക്ക് എടോ അതിനെ ഫാസിക്കാണോ അല്ലേ എന്നുള്ള വിഷയം. കാന്തപുരത്തോട് ജാലിയവാലയുടെ ഫിസിക്കിനെ പറ്റി നിങ്ങൾ പറഞ്ഞില്ലേ എന്നാരാ ഞാൻ ചോദിക്കുന്ന സമയത്ത് അസ്ഹരി പറഞ്ഞ മറുപടി? തോട്ടക്കാട് ഒരു 30 സെക്കൻഡ് പുറകോട്ടെടുത്തിട്ട് ഒന്ന് കേൾപ്പിക്കട്ടെ, എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. ഹസ്റത്തിനെ അംഗീകരിക്കാത്ത അറബികളെ ഞാൻ കണ്ടിട്ടുണ്ട് പറഞ്ഞു മൂപ്പരോട്. അങ്ങനെ തന്നെ പറഞ്ഞു. കേൾക്കുന്ന കുട്ടികളുണ്ട് മൂപ്പർ റൂമിൽ. മൂപ്പർ ഒറ്റക്കൊന്നുമല്ല, മൂപ്പര റൂമിൽ മൂപ്പര കാര്യങ്ങളായിട്ടുള്ള 2-3 കുട്ടികളുണ്ട്. ഓരൊക്കെ കേട്ടോട്ടെ തന്നെ പറഞ്ഞത് അള്ളാഹുത്തല മാത്രം സാക്ഷിയായ പോരല്ലോ ചെയ്യുന്നൊരു ശൈലി വേണ്ട. അതുപോലെ ഈ പ്രസംഗിക്കുന്ന ആളുകളുടെ നിയന്ത്രണം വിടുന്ന സ്വഭാവം വേണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതിനൊന്നും മൂപ്പരെതിരല്ല, അവർക്ക് അങ്ങനെ തന്നെയൊന്നും പറഞ്ഞിന്നോട്. ഓക്കെ ഇൻഷാ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞു. അല്ല മൂപ്പര് ഇതാന്നുള്ളതിന് മൂപ്പർക്ക് എന്താ തെളിവ് അത് കെട്ടുന്നാല്? അല്ല അത് ഞാൻ പിന്നെ മൂപ്പരെ ഡിബേറ്റ് ചെയ്തില്ല. കാരണം അത് ഇന്നെ കൊണ്ട് സാധിക്കുന്ന പണിയല്ലത്. മൂപ്പരെ വിശ്വസിച്ച് കഴിഞ്ഞാല് ഞാൻ മൂപ്പരെ മറക്കേ നടക്കുന്ന കാര്യമില്ല. അല്ല നിങ്ങൾ ഇയാളെ ഈ ഫിസിക്കുകൾ എണ്ണി പറഞ്ഞപ്പോ എന്താ പറയുന്നത്? അവനെയായിരിക്കാം ആൾക്ക് മൂപ്പര് ഞാനന്ന് കണ്ടിട്ടില്ല, ഞങ്ങളല്ലേ കണ്ടത്. ഞാനാളെ പോയിരുന്നു, ഞാനാളെ പോയതൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എന്നാ ഓക്കെ ഉസ്താദെ, ഞാൻ തർക്കിക്കുന്നില്ല. ഉസ്താദിന് ബോധ്യപ്പെട്ടല്ലോ ആണെന്ന്, എനിക്ക് ബോധ്യപ്പെട്ടിട്ടല്ലാന്ന് ഞാൻ തുറന്നു പറഞ്ഞു. നേരെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു എനിക്കിത് അതല്ലാന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് എന്റെ കണ്ണോട് എനിക്ക് ബോധ്യപ്പെട്ടാണ്. അപ്പൊ ഞാനത് ആ ബോധ്യപ്പെട്ട വിഷയം ഞാൻ ഉസ്താദിന് മുമ്പിൽ പറയുന്നത് കൊണ്ട് എന്നോട് വെറുപ്പൊന്നും തോന്നരുത് എന്ന് പറഞ്ഞു ഞാൻ മൂപ്പര്. അതിനെന്താ, എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മൂപ്പരും പറഞ്ഞു പിന്നെ നിവൃത്തിയില്ല, എന്തോ ഒരു നിവൃത്തിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മൂപ്പരോട് സംസാരിച്ചത് ഏതായാലും ഉസ്താദ് ഇതൊക്കെ ഏറ്റവും ചുരുങ്ങിയത് അഭിപ്രായവ്യത്യാസമുള്ള വിഷയമാണ്. സുന്നികൾ ഒന്നായിട്ടൊന്നും അംഗീകരിച്ചിട്ടൊന്നുമില്ല. ഞാൻ അബുദാബിത്തിനെ പറ്റി തന്നെ പറഞ്ഞു. അബുദാബിയുടെ വിഷയത്തില് പിന്നെ ഉസ്താദിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അറബികളിൽ തന്നെ ഹസ്റത്തിനെ അംഗീകരിക്കാത്ത അറബികളെ ഞാൻ കണ്ടിട്ടുണ്ട് പറഞ്ഞു മൂപ്പരോട്. അങ്ങനെ തന്നെ പറഞ്ഞു. കേൾക്കുന്ന കുട്ടികളുണ്ട് മൂപ്പര റൂമിൽ. മൂപ്പര ഒറ്റക്കൊന്നുമല്ല, മൂപ്പര റൂമിൽ മൂപ്പര കാര്യങ്ങളായിട്ടുള്ള 2-3 കുട്ടികളുണ്ട്. ഓരൊക്കെ കേട്ടോട്ടെ തന്നെ പറഞ്ഞത് അള്ളാഹുത്തല മാത്രം സാക്ഷിയായ പോരല്ലോ, ആൾക്കാരും പറഞ്ഞല്ലോ. അപ്പൊ മൂപ്പര് ന്യായം കൊണ്ട് മുട്ടി. ആരാന്ന് ചോദിച്ചെന്നോട്. ഞാൻ പറഞ്ഞു ആരാന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ പറയേണ്ട വേദി വരുമ്പോഴല്ലേ പറയേണ്ടത്. ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഉസ്താദിനെ വളരെയധികം ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന അബുദാബിയിലുള്ള ഒരു അറബി എന്ന് മനസ്സിലാക്കിയാൽ മതി. അയാൾക്ക് ഹസ്റജിനോട് താല്പര്യമില്ല, ഹസ്റജിന്റെ കയ്യിലുള്ള മുടിനെ കുറിച്ച് അഭിപ്രായമില്ല. അത് ഞാൻ പറഞ്ഞ മൂപ്പര് അങ്ങനെ തന്നെയാണ് ലോകത്തൊക്കെ ഉള്ള എല്ലാത്തിന്റെ അവസ്ഥ. മൂപ്പര് ഇങ്ങോട്ട് പറഞ്ഞു കാശ്മീരിലുള്ളതും ഡൽഹിയിലുള്ളതും വെല്ലൂരുള്ളതും. അപ്പൊ ഞാൻ പറഞ്ഞ അത് തന്നെ നമ്മളും പറഞ്ഞിട്ടുള്ളൂ.
ചില ആളുകൾക്ക് അഭിപ്രായം ഉണ്ടാകാം, ചില ആളുകൾക്ക് അഭിപ്രായം ഇല്ലാതിരിക്കാം. അടിവരേണ്ട ഒരു പോയിന്റ് കേട്ടോ. ഇതുപോലെ തന്നെയാ ലോകത്തെ എല്ലാത്തിന്റെ അവസ്ഥ ആണല്ലേ? അങ്ങനെയാണോ? അങ്ങനെയാണോ മിസ്റ്റർ കാന്തപുരം? നിങ്ങൾ നിങ്ങളെ പുസ്തകത്തിൽ എഴുതി ഔറംഗസീബ് ഇത് എഴുതിയത് SKSSകാരല്ല, ഇത് എഴുതിയത് സമസ്തക്കാരല്ല, ഇത് നിങ്ങൾ വിഭാഗം എഴുതിയ പുസ്തകത്തിൽ പച്ച മലയാളത്തിൽ എഴുതി ഔറംഗസീബിന്റെ കാലത്ത് അതിൽ സംശയം വന്നപ്പോ അത് കത്തിച്ചു നോക്കിയെന്നും അതിന് നിഴലുണ്ടോ എന്ന് നോക്കിയെന്നും അതുപോലെ തന്നെ അതിൽ തേന് പുരട്ടി നോക്കിയെന്നും പരിശോധന നടത്തിയെന്ന് എഴുതിയത് ആരാ? എന്നിട്ട് ലോകത്തുള്ള എല്ലാത്തിന്റെ അവസ്ഥ ഇതാണെന്നോ? നല്ല കഥയല്ലോ. അത് നല്ല കഥയായി. ഏതായാലും നസീർ അസീർ ഒരു ആൺകുട്ടി ആയിരുന്നു കേട്ടോ. പാസ്റ്റായ കാര്യമാണ്. ഏതായാലും അത് പുറത്തുവിടുന്ന ദിവസം ഒന്ന് അറിയിക്കണം കേട്ടോ. അതിന്റെ കൂടെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ വേറെയും പുറത്തുവിടാം. നമുക്ക് ഒന്നായിട്ട് വിടാം. എല്ലാം നമുക്ക് ഒന്നായിട്ട് പുറത്തുവിടാം. ജിഷാന്റെ പുറത്തുവിടുന്ന ആ ദിവസം നിങ്ങളെന്ന് അറിയിച്ചാല് ജിഷാൻ മാഹിയിലുള്ള ഒരു പാവം ചെക്ക് അല്ലേ? എല്ലാ കെയ്റോയിലുള്ള പൂച്ചതുള്ളിയ കഥയൊക്കെ ഞാനും പറയുന്നുണ്ട്. സേനത്ത് സൈദടോ ജിഷാനെ പറ്റി ജിഷാന്റെ സ്നേഹിതരോ അല്ലെങ്കിൽ ജിഷാന്റെ കൂടെ നിൽക്കുന്ന ആളുകളുടെ ഒരു മൊഴി നിങ്ങൾക്ക് കിട്ടൂല. പക്ഷേ നിങ്ങളുടെ നേതാക്കന്മാർക്കെതിരെയുള്ള മൊഴികൾ തീർത്തും ബുഖാരി മുസ്ലിമിന്റെ സനദ് പോലെ അതൊരു മനുഷ്യങ്ങളായി ഫാക്കിയാൻ നോക്കിയാലൊന്നും സാധിക്കാത്ത സനദ് കൊണ്ട് അത് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കളി വേണ്ട കേട്ടോ. അല്ലാണ്ട് മൂടിക്കുട്ടിക്കാകെ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടല്ലേ? ബാക്കി വരട്ടെ. നമ്മൾ അബ്ദുൽ നസീർ ബാക്കി പറയട്ടെ. ഇത് കുറെ 4-5 മാസമായി പറയുന്നു പുറത്ത് വിടും. ഒന്ന് പെറ്റി പുറത്തിടണോ, എന്നിട്ട് ബാക്കി പറഞ്ഞുതരാം. നിങ്ങളെ നേതാക്കന്മാരെ കൊണ്ട് മുഖത്ത് മുണ്ടിട്ട് നടപ്പിക്കുന്ന ഒരവസ്ഥ വേണോ? എന്നൊന്ന് കളിച്ചോക്ക്. എടോ ചങ്ങായിമാരെ, അസീരിയതാ നിങ്ങളെ കൂട്ടത്തിൽ ഒന്ന് വിളിച്ചോക്ക്. അയാൾക്കറിയാം എന്റെ കയ്യിലെന്തുണ്ട്. അബ്ദുൽ നസീർ അസീർ നിങ്ങളെ കൂടെ ഉണ്ടെന്നല്ലേ ഇപ്പം പറഞ്ഞത്? ഞങ്ങളെ ക്ലാസ് റൂമിന്റെ അറിയുന്നല്ലേ? അതുകൊണ്ട് അയാളൊന്ന് വിളിച്ചു നോക്കി എന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ട്. മൂപ്പര് കുറെ വീട് അറിഞ്ഞതാ. അതുകൊണ്ട് കളിക്കുന്ന കളി നോക്കിയിട്ട് കളിച്ചാൽ മതി. മുടിക്കുട്ടികളെ കളി പഠിപ്പിക്കും. അതുകൊണ്ട് വല്ലാതെ പടക്കണ്ട ടാരും. ഏതായാലും തോട്ടക്കാട് മൈക്കിലേക്ക് വന്നോളൂ. ബാക്കി നസീർ അസീരി എന്നെ പറയട്ടെ. ആണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടല്ലാന്ന് ഞാൻ തുറന്നു പറഞ്ഞു. ആ നേരെ മുഖത്ത് നോക്കിക്കാൻ പറഞ്ഞു. എനിക്കിത് അതല്ലാന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് എന്റെ കണ്ണോട് എനിക്ക് ബോധ്യപ്പെട്ടാണ്. അപ്പൊ ഞാനത് ആ ബോധ്യപ്പെട്ട വിഷയം ഞാൻ ഉസ്താദിന് മുമ്പിൽ പറയുന്നത് കൊണ്ട് എന്നോട് വെറുപ്പൊന്നും തോന്നരുത് എന്ന് പറഞ്ഞു. മൂപ്പര് അതിനെന്താ, പക്ഷെ എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മൂപ്പരും പറഞ്ഞു നിവൃത്തിയില്ല, എന്തോ ഒരു നിവൃത്തിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ മൂപ്പരോട് സംസാരിച്ചത് ഏതായാലും ഉസ്താദ് ഇതൊക്കെ ഏറ്റവും ചുരുങ്ങിയത് അഭിപ്രായവ്യത്യാസമുള്ള വിഷയമാണ്. സുന്നികൾ ഒന്നായിട്ടൊന്നും അംഗീകരിച്ചിട്ടൊന്നുമില്ല. ഞാൻ അബുദാബിത്തിനെ പറ്റി എന്ന് പറഞ്ഞു. അബുദാബിയിലെ വിഷയത്തില് പിന്നെ ഉസ്താദിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അറബികളിൽ തന്നെ ഹസ്റജിനെ അംഗീകരിക്കാത്ത അറബികളെ ഞാൻ കണ്ടിട്ടുണ്ട് പറഞ്ഞു മൂപ്പരോട്. അങ്ങനെ തന്നെ പറഞ്ഞു. കേൾക്കുന്ന കുട്ടികളുണ്ട് മൂപ്പർ റൂമിൽ. മൂപ്പർ ഒറ്റക്കൊന്നുമല്ല. മൂപ്പര റൂമിൽ മൂപ്പര കാര്യങ്ങളായിട്ടുള്ള 2-3 കുട്ടികളുണ്ട്. ഓരൊക്കെ കേട്ടോട്ടെന്ന് വെച്ചിട്ട് പറഞ്ഞത് അള്ളാഹുത്തല മാത്രം സാക്ഷിയായ പോരല്ലോ, ആൾക്കാരും വേണല്ലോ. അപ്പൊ മൂപ്പര് ന്യായം കൊണ്ട് മുട്ടി. ആരാന്ന് ചോദിച്ചെന്നോട്. ഞാൻ പറഞ്ഞു ആരാന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ പറയേണ്ട വേദി വരുമ്പോഴല്ലേ പറയേണ്ടത്. ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഉസ്താദിനെ വളരെയധികം ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന അബുദാബിയിലുള്ള ഒരു അറബി എന്ന് മനസ്സിലാക്കിയാൽ മതി. അയാൾക്ക് ഹസ്റജിനോട് താല്പര്യമില്ല. ഹസ്റജിന്റെ കയ്യിലുള്ള മുടിനെ കുറിച്ച് അഭിപ്രായമില്ല. അത് ഞാൻ പറഞ്ഞ മൂപ്പര് അങ്ങനെ തന്നെയാണ് ലോകത്തൊക്കെയുള്ള എല്ലാത്തിന്റെ അവസ്ഥ. മൂപ്പര് ഇങ്ങോട്ട് പറഞ്ഞു കാശ്മീരിലുള്ളതും ഡൽഹിയിലുള്ളതും വെല്ലൂരുള്ളതും. അപ്പൊ ഞാൻ പറഞ്ഞ അത് തന്നെ നമ്മളും പറഞ്ഞിട്ടുള്ളൂ. ചില ആളുകൾക്ക് അഭിപ്രായം ഉണ്ടാകാം, ചില ആളുകൾക്ക് അഭിപ്രായം ഇല്ലാതിരിക്കാം. പക്ഷെ അതൊന്നും ഒരു പ്രൊജക്റ്റായിട്ട് അവതരിപ്പിക്കേണ്ടതോ സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കേണ്ടതോ ഭിന്നിപ്പുണ്ടാക്കേണ്ടതോ കേസല്ലല്ലോ. എനിക്ക് ആ അഭിപ്രായമുള്ളൂ, അത് പറയാന്നുള്ളതാണ് എന്റെ വരവിന്റെ ഉദ്ദേശം. അല്ല, അപ്പൊ നിങ്ങൾ കണ്ട പിന്നെ സാക്ഷി ഉണ്ടല്ലോ ബോംബെയിൽ പോയിട്ട് മറ്റേ ഇയാളെ ഈ കോലങ്ങള് അത് പറഞ്ഞപ്പോ എന്താ പറയുന്നത്, അംഗീകരിക്കാൻ മുമ്പ് തയ്യാറല്ല.
മൂപ്പര് നിങ്ങളെ കണ്ട ഞാൻ കണ്ടിട്ടില്ല, ഞാനവിടെ പോയിരുന്നു, ഞാൻ പോവാന്നും കണ്ടിട്ടില്ല. അല്ല, ഇതൊരു മൊയിലേര് പറയേണ്ട മറുപടി ഇല്ലല്ലോ, അതിന്റെ സാക്ഷിത്വം എന്ന് പറയേ, അതിന്റെ അർത്ഥങ്ങൾ പറഞ്ഞാൽ മൂപ്പര് അംഗീകരിക്കൂല എന്നാ? അംഗീകരിക്കൂലെന്നല്ല, അത് എനിക്ക് വിശ്വസിച്ചോ, എനിക്ക് ബോധ്യപ്പെട്ടതല്ലേ. എനിക്ക് ബോധ്യപ്പെട്ടെന്നുള്ളത് ഈ വിശ്വസിക്കുന്നത് എനിക്ക് വിരോധമില്ല. അതേസമയത്ത് എനിക്കത് വിശ്വസിക്കാൻ മാത്രമുള്ള പരിവല്ല, ഞാനത് വിശ്വസിക്കാൻ നിർബന്ധിതനല്ല എന്ന് വെച്ചാൽ ഇല്ല മുമ്പ് സംസാരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് മാസം കണ്ട് പിന്നെ ഒരു സാധാരണക്കാരനോട് കാലിയാൽ പറയുന്നത് ഇഞ്ഞല്ലേ കണ്ടേ, ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഞാൻ അംഗീകരിക്കൂല. അല്ല, അതൊന്നും ഇപ്പോ നമ്മളിപ്പോ ഉള്ളിൽ കുത്തിച്ചു എന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൂപ്പര ഞാൻ പറഞ്ഞ മൂപ്പരിപ്പം ഇന്നലെ എടുത്ത നിലപാടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. പിന്നെ മൂപ്പര് പറഞ്ഞു ഇതിപ്പം അങ്ങനെയൊക്കെയാണെന്ന് തന്നെ വെക്കുക. ഇപ്പോ ഷുഹറത്ത് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടായിക്കഴിഞ്ഞാൽ സനത് ചോദിക്കേണ്ടതില്ല കിതാബില്ലേന്ന് വെച്ചിട്ടോട് ഞാൻ പറഞ്ഞു അതിലൊക്കെ എന്താ തർക്കം. അപ്പൊ ഞാൻ പറഞ്ഞു അതിനെന്താ തർക്കം? ഇബ്നു ഹജറല്ല ഇതന്നെ പോലുള്ള ആളുകൾ പറഞ്ഞാൽ പിന്നെ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? സൂറത്തുണ്ടായി കഴിഞ്ഞാൽ സനത് ചോദിക്കേണ്ടില്ല. പക്ഷെ നമ്മൾ തർക്കമല്ലല്ലോ, നമ്മൾ തർക്കം നമ്മൾ ഈ സനദിൽ ഇല്ലാത്ത ഒന്നിന് സനദുണ്ട് നമ്മൾ പറയണോന്ന് ചോദിച്ചാൽ അവിടെയാണ് എന്റെ വിശ്വാസം. എന്നാ പിന്നെ നിങ്ങൾക്ക് ആ സൂറത്തുമ്പോ തന്നെ ആദ്യം തന്നെ നിന്നൂടെയിരുന്നോ? സനദ് എന്തിനാ വായിച്ച് അതിലൊക്കെ മൂപ്പര് കുടുങ്ങാണ്. പിന്നെ മൂപ്പര് ഇങ്ങനെ അവരുടെ പറയാൻ വേണ്ടിട്ട് വരാൻ മറുപടി വരാന്നല്ലാണ്ടേ അതിനും ജവാബില്ല. പിന്നെ ഞാൻ പറയുകയാണ് ഈ സനദ് ഇനിയിപ്പോ ഉണ്ട് തന്നെ വെക്കുക. ഇവനാണ് സനദ് വരണമെങ്കിൽ ഞാനത് ചെയ്തു തരുന്നത്. ഞാൻ പറഞ്ഞു തുറന്നു പറഞ്ഞു ഇവന്റെ കയ്യിലോട്ട് കിട്ടണമെങ്കിൽ അത് ഞാൻ വിശ്വസിക്കൂല. തിരിഞ്ഞോ? ഇനി സനദ് ഉണ്ടെങ്കിൽ തന്നെ ഇവനാണ് തന്നതെങ്കിൽ ആരാണ് ഇവൻ? പയ്യോളി, നിങ്ങൾ പറഞ്ഞില്ലേ ജാലിയാവാലയെ പറ്റി അസ്ഹരി ഒന്നും പറഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല. കേൾക്കണം പയ്യോളി, കേൾക്കണം കുമ്മോളി, കേൾക്കണം കാഴ്ചക്കാരാ. എന്താ വർത്താനോ? ജാലിയാവാലയാണ് ഇനി ഒറിജിനൽ സനദിനെ കൊടുത്താലും അത് അംഗീകരിക്കൂല. എന്തേ? മൂപ്പര കൈക്കല്ല കുഷ്ട, മൂപ്പര കൈക്ക് കുഷ്ടായത് കൊണ്ടാണോ STV-ക്കാരെ പാച്ച നുണ പറഞ്ഞിട്ട് ആഖിറത്തിൽ വിശ്വാസമില്ലാത്തൊരു കമ്പനി. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഈ സത്യം പറഞ്ഞതിന്റെ പേരിൽ ഞാൻ മുനാഫിക്കായി, ഞാൻ കപടനായി അല്ലേ? എടോ മനുഷ്യന്മാരെ, റബ്ബ് നിങ്ങളെ വെറുതെ വിടും നിങ്ങൾ കരുതിയോ? നിങ്ങൾ ആരെ കൊണ്ട് നിങ്ങൾ എത്ര ഓപ്പറേഷൻ നിങ്ങളെ ക്ലാസ് റൂമിൽ നടത്തിയാലും ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ആ പറഞ്ഞ മൊയ്ലാന്മാരെ വെച്ച് തന്നെ അത് റദ്ദ് ചെയ്യാനുള്ള മരുന്ന് ഞങ്ങളെ കയ്യിലുണ്ട്. ഏൽപ്പിക്കാരേ, നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? നിങ്ങളെ മാതിരി എല്ലാവരും കരുതുകളാണ് നിങ്ങൾ മനസ്സിലാക്കിയോ? അങ്ങനെ വരട്ടെ, തോട്ടക്കാട് ഒന്നോട്ട് കേൾപ്പിക്കട്ടെ. അവന്റെ കയ്യില് ആര്? ഷെയ്ഖ് ജാലിയെ പറ്റി പറഞ്ഞിട്ടോ, അവന്റെ കയ്യില് ശരിക്ക് കേട്ടോ, അവന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന സനദാണെങ്കിൽ അത് ഞാൻ അംഗീകരിക്കൂലാണ്. ആൺകുട്ടിയായിരുന്ന, ഇപ്പൊ പെൺകുട്ടിയായി, ആൺകുട്ടിയായിരുന്ന നസീർ അസ്ഹരി, അബ്ദുൽ നസീർ അസ്ഹരി സാക്ഷാൽ കാന്തപുരത്തോട് മുഖത്ത് നോക്കി പറഞ്ഞതാണ് STV-ക്കാരാ. സാക്ഷാൽ കാന്തപുരത്തോട് പറഞ്ഞതാണ് വടുതല മൗലവി. സാക്ഷാൽ മലബാർ ക്ലാസ് റൂമിന്റെ ആളുകളോടും STV-ക്കാരോടും പറയുന്നത്, നിങ്ങൾ അസ്ഹരി, നിങ്ങളിപ്പോ ഞങ്ങളാളാണെന്ന് പറഞ്ഞ അസ്ഹരി ഉണ്ടല്ലോ, ആ അസ്ഹരി പറഞ്ഞതാണ് കേൾക്കുന്നത്. എന്താ പറയാനുള്ളത്? ഏതായാല തോട്ടക്കാട് ആ ഭാഗം ഒന്നും കൂടി ഇട്ട് കൊടുക്ക്. ജാലിയാവാല കൊടുത്ത സനദാണെങ്കിൽ അത് ഒറിജിനൽ സനദാണെങ്കിൽ അംഗീകരിക്കൂല. അസ്ഹരി ഒന്നും കണ്ടിട്ടില്ലല്ലേ? കണ്ടില്ലേ? ജിഷാനെ നിനക്കും മരിക്കണ്ടേ? കണ്ടില്ലേ? ഇവര് നന്നാവൂല റബ്ബേ. ഇവരൊരു കാലത്തും അള്ളാഹു ഹിദായത്ത് കൊടുത്തെങ്കിലല്ലാതെ നിങ്ങൾ നന്നാവുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കോ, നിങ്ങളെ മാതിരിയല്ല എല്ലാവരും കഴുതകളല്ല, ബോധവും ബുദ്ധിയും വിവേകമുള്ള ആളുകളുണ്ട്. ഈ ക്ലിപ്പ് ഇന്ന് കേൾക്കുന്നതിന് മുമ്പ് ഇത് പുറം ലോകാരം കേട്ടിരുന്നോ? ഇത് പുറം ലോകാരം കേട്ടിരുന്നോ? എന്നൊരു കാര്യം ചെയ്യും, പയ്യോല് നാളെ ഒന്ന് കൊണ്ടുവരണം, കൊളത്തൂരിന. നിങ്ങൾ കൊളത്തൂർ അലി സക്കാഫിനൊന്ന് കൊണ്ടുട്ടോ. അപ്പൊ ഞാൻ മറ്റന്നാ വരും. നിങ്ങളെല്ലാരും ഇറക്കി മക്കളെ, നിങ്ങൾ ഇറക്കിയിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ജനങ്ങളെ കേൾപ്പിക്കാൻ. അതുകൊണ്ട് കാപട്യം വെച്ച് പുലർത്തുന്ന സൗദിയിലുള്ള വയനാട്ടുകാരനോടും കാപട്യം വെച്ച് പുലർത്തുന്ന പിന്നെ അബുദാബിയിലുള്ള തൃശ്ശൂർക്കാരനോടൊക്കെ പറയാനുള്ളത്,
വ്യക്തമായിട്ട് കളവാണെന്നും വഞ്ചനയാണെന്നും ബോധ്യപ്പെട്ടിട്ടും കാന്തപുരത്തിന്റെ വാലും പിറകെ പിടിച്ചിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തള്ളിയിട്ട് എന്നിട്ട് മറ്റുള്ള ആളുകളുടെ പേരിൽ നിഫാഖും കാപട്യവും വെച്ചു പുലർത്തുന്ന ജനങ്ങളെ, നിങ്ങൾക്ക് ആഖിറത്തിൽ എന്ത് വിശ്വാസമുള്ളത്? പച്ചയായിട്ട് നസീർ അസേരി അൽഹംദുലില്ലാഹ്, ഇതൊക്കെ ഖിയാമത്ത് നാൾ വരെ ഈ സാക്ഷ്യം കിടക്കും. എന്താണ് പറഞ്ഞ നേരത്തെ വാക്കുകൾ ശ്രദ്ധിച്ചോ? ഞാനും അള്ളാഹു മാത്രം സാക്ഷിയാവണ്ട, കൂടെ കുറച്ച് ആളുകളും കേൾക്കട്ടെ എന്ന് കരുതിയിട്ടാണ് കാന്തപുരത്തിന്റെ ഹാദിമീങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞത്. കേൾക്കണം. തോട്ടക്കാടൊന്നുകൂടി കേൾപ്പിക്കത്. ആ സനദിന്റെ വിഷയം പറയുന്നത്. എന്റെ തിരുപ്പപ്പെട്ട് പോയതാണ് ജിഷാന്. ലാസ്റ്റ് ഇപ്പം ഇപ്പോ ഷുഹറത്ത് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടായിക്കഴിഞ്ഞാൽ സനത് ചോദിക്കേണ്ടതില്ല എന്ന് കിതാബില്ലേന്ന് വെച്ചിട്ടോട് ഞാൻ പറഞ്ഞു അതിലൊക്കെ എന്താ തർക്കം. അപ്പൊ ഞാൻ പറഞ്ഞു അതിനെന്താ തർക്കം? ഇബ്നു ഹജർ അൽ ഹൈതമി പോലുള്ള ആളുകൾ പറഞ്ഞാൽ പിന്നെ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഷുഹറത്ത് ഉണ്ടായി കഴിഞ്ഞാൽ സനത് ചോദിക്കേണ്ടില്ല. ക്ലാസ് റൂമിന്റെ ഒരു തീരുമാനമാണ്. പക്ഷേ നൂർ ഫൈസി ഉസ്താദെ, ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയാണ്, അദ്ദേഹത്തെ ബോണസ് ഒന്ന് ഒഴിവാക്കി. നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഒരു കാലത്തും നന്നാവില്ലാന്ന് വിചാരിച്ച പല ആളുകളും ഈ വിഷയത്തിൽ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് കൂലാലഹു കൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു യഖ്ശാ. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു ഫിറഔനോട് നല്ല നിലക്ക് ഏതെങ്കിലും തൊയ്യബ് ഇന്നല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ നന്നാവാം, ഇൻഷാ അല്ലാഹ്, നമ്മളെ പ്രതീക്ഷ കൈവിടണ്ട. കാരണം തൊയ്യബിനേക്കാളും മുറിച്ചാലും മുറിയാത്ത ഇത്തരം അന്തംകമ്മികളായ ആളുകൾ ഒരുപാട് മാറിയിട്ടുണ്ട്. നിങ്ങൾ അറിയോ? ഞാൻ ആ ഗ്രൂപ്പിനെ ഇപ്പൊ പരിചയപ്പെടുത്തുന്നില്ല. കടുകടുത്ത ഏപ്പിക്കാരായിട്ട് ഈ മുടി വിഷയത്തിൽ മാറിയ ഒരു കൂട്ടം ആളുകൾ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പിന്നെ SKSF ആരുമില്ല കേട്ടോ. ഈ കടുകടുത്ത ഏപ്പിക്കാരായിട്ട് ഈ വിഷയം ബോധ്യപ്പെട്ടതിന് ശേഷം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഒരു വാട്സപ്പിലെ കുറച്ച് ആളുകളുണ്ട്. അതിൽ എന്നെയും അവർ മെമ്പറാക്കിയിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ വികാരം ഇപ്പൊ കാണുന്ന സമയത്ത് എന്റെ ബാറ്ററിയൊക്കെ വളരെ ലൂസാട്ടോ. അവരുടെ വികാരവും അവരുടെ ഈ ഒരു പ്രകടനവും അവരുടെ അങ്ങനെയുണ്ടല്ലോ, ഈ മനുഷ്യൻ ചെയ്ത ഈ തെമ്മാടിത്തങ്ങളുടെ കണക്കുകൾ അവർ പരസ്പരം ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ എടുക്കുകയായിരിക്കും, പഠിച്ചവനെ എന്റെ ബാറ്ററി ഇപ്പൊ അല്പം ലൂസാണല്ലോ. അതുകൊണ്ട് നമ്മളിപ്പോ തൊയ്യബായാലും നസീർ മുസുകുറ്റിയായാലും എന്തെങ്കിലും റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ വെളിച്ചം കാണും. ഏതായാലും അതിന് ഒരു സബബാകുന്ന രൂപത്തിൽ നമ്മുടെ ക്ലാസ് റൂമിന്റെ ഈ പ്രവർത്തനവും ഈ സംസാരിക്കുന്ന ക്ലിപ്പിങ്ങും ഒക്കെ ഉപകാരപ്പെടുമെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് ഫലം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുക. ഏതായാലും ക്ലാസ് റൂമിന്റെ തീരുമാനം അന്തിമമായിരിക്കും. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതിന് മാത്രമേ ഉള്ളൂ. ഏതായാലും എന്തൊക്കെ പ്രകോപനം ഉണ്ടായാലും ഇവർക്കൊന്നും ഇത് കേട്ടു നിൽക്കാനുള്ള താക്കത്ത് ഉണ്ടാവില്ല എന്ന് വ്യക്തമാണ്. ഏതായാലും തോട്ടക്കാട് സാഹിബ് ആ ഭാഗങ്ങൾ ഒന്നുകൂടി ആ സനദിനെ പറ്റി പറയുന്ന ഒന്നുകൂടി ഇട്ട് മുമ്പോട്ട് പോയിക്കോട്ടെ. നമ്മളെ തർക്കമല്ലല്ലോ, നമ്മൾ തർക്കം നമ്മൾ ഈ സനദിൽ ഇല്ലാത്ത ഒന്നിനും സനദുണ്ട് നമ്മൾ പറയണോന്ന് ചോദിച്ചാൽ അവിടെയാണ് എന്റെ വിശ്വാസം. എന്നാ പിന്നെ നിങ്ങൾക്ക് ആ സൂറത്ത് മുതൽ ആദ്യം തന്നെ നിന്നൂടെയിരുന്നോ? സനദ് എന്തിനാ വായിച്ച് അതിലൊക്കെ മൂപ്പര് കുടുങ്ങാണ്. പിന്നെ മൂപ്പര് ഇങ്ങനെ അവരുടെ പറയാൻ വേണ്ടി പേരെ മറുപടി വരാന്നല്ലാണ്ടേ അതിനും ജവാബില്ല. പിന്നെ ഞാൻ പറയുകയാണ് ഈ സനദ് ഇനിയിപ്പോ ഉണ്ട് തന്നെ വെക്കുക. ഇവനാണ് സനദ് വരണമെങ്കിൽ ഞാനത് ചെയ്തു തരുന്നത്. ഞാൻ തുറന്നു പറഞ്ഞു ഇവന്റെ കയ്യിലോട്ട് കിട്ടണമെങ്കിൽ അത് ഞാൻ വിശ്വസിക്കൂലായിരുന്നു. അതെന്താന്ന് വെച്ചു ഞാൻ പറഞ്ഞു അതെന്താന്നുള്ള ഉത്സാഹം അറിഞ്ഞൂടെ. തോന്നെ പറയേണ്ട ആവശ്യമുണ്ട്. നമ്മള് കണ്ടല്ലേ, കണ്ണുകൊണ്ട് കണ്ടതിന് അടിമില്ലൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ കേട്ടുകൾ പോയി അങ്ങനെ അതൊക്കെ ക്ലോസ് ആയി. റേഡിയോ പറഞ്ഞ അവസാനം നിർത്തിയത് എന്ത് അവസാനത് 11:15 ഞാൻ പറഞ്ഞു ഇപ്പൊ വെറുതെ നിർത്തേണ്ട കാര്യം എന്താ, കാര്യങ്ങള് നമുക്ക് വരാനുള്ള നമ്മൾ പറഞ്ഞ് ഇതിപ്പോ ഓരോരുത്തരും സ്വന്തം അത് നേരത്തെ നമുക്ക് അങ്ങനെ തന്നെയല്ലേ. നിങ്ങൾക്ക് വിശ്വസിക്കണം, നിങ്ങൾക്ക് വിശ്വസിക്കാം, എനിക്ക് വിശ്വസിക്കണം, എനിക്കും വിശ്വസിക്കാം. ഇതൊന്നും ഇപ്പൊ സംഘടനയുടെ മെമ്പർഷിപ്പുള്ള മാനദണ്ഡോ ഈമാൻ ഇസ്ലാം കാര്യമല്ല. അത് നമ്മളെ സന്ദേശമാണ്. ഒരു ഖുസൂസിയത്ത് മുപ്പര് സംസാരിച്ചതിന്റെ അതൊക്കെ പിന്നെ നിഴലിന്റെ വിഷയമൊന്നും ഇവർക്ക് ധൈര്യമില്ല. നിഴല്
അത് കാലങ്ങൾ എത്രയായി, അപ്പൊ എണ്ണയും ഊതും ഒക്കെ തേച്ചിട്ട്. ശരിയാ. അപ്പൊ ആയിക്കോട്ടെ, നമ്മളതിനൊന്നും എതിരല്ല, ഞാൻ അതിനൊന്നും ഫണ്ടമെന്റലി എതിരല്ല, ഒക്കെ ആവാം. പക്ഷെ അതൊന്നും നമ്മളെ വിഷയം വരുമ്പോ മാത്രം ആവരുത്. നമ്മളിങ്ങനെ ഒരു വിഷയം വന്നു അപ്പൊ നമ്മൾ തടി സലാമത്താക്കാൻ വേണ്ടി പറയാം. അതേ സമയത്ത് വയലു പറയുമ്പോ വേറൊന്ന് പറയാം. വയലു പറയുമ്പോ നേരില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാം. ഇപ്പൊ ഞമ്മക്കൊരു ഇടാകുളം വന്ന് പോണപ്പോ അതിനെങ്ങൾ വ്യാഖ്യാനിക്കാം. ഈ ജാതി കളിയൊന്നും നടക്കൂല. ഞാൻ പറഞ്ഞില്ല കേട്ടോ, അദ്ദേഹം പറഞ്ഞില്ലേ, മൂപ്പരെ പറഞ്ഞോ. പിന്നെ ഞാൻ ആയിക്കോട്ടെന്നും പറഞ്ഞല്ല, എന്ത് ചെയ്യാന്. അപ്പം പണ്ട് നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞതിന് ഞാൻ പറയുന്നത്, അങ്ങനെ നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞെന്ന് ഞാൻ പറയുന്നത് കേൾക്കുന്നു, മൂപ്പര് ഒഴിയുന്ന ലക്ഷണമില്ല എന്ന് പറഞ്ഞേ. അതില്ല, മൂപ്പരിത് അല്ലാന്ന് വിശ്വസിക്കും എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോ മൂപ്പരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല കേട്ടോ. ഒന്നും പറഞ്ഞുതരാം. ഞാൻ കണ്ട കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. ഞാൻ കണ്ട കാര്യം തന്നെ കേൾക്കാൻ മൂപ്പർ അത്ര സന്നദ്ധനൊന്നും ആയിരുന്നില്ല. മൂപ്പര് വേറെ വിഷയം ഇങ്ങനെ സംസാരിച്ചു എന്നല്ലാതെ. പിന്നെ മൂപ്പര സെക്രട്ടറി ഉണ്ട് അവിടെ, ഒരു സക്കാഫി മൂപ്പരോട് പറഞ്ഞ് അല്ലല്ല വേറെ ഒരുത്തരുണ്ട്, ഒരു പിന്നെ അസ്ലം എന്ന് പറയും. അസ്ലം പറഞ്ഞു മൂപ്പരോട്, ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നത്, ഉസ്താദ് ഇയാൾക്ക് വേറെ എന്തൊക്കെ ചില കാര്യങ്ങൾ പറയാനുണ്ട് അവിടെ കണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അത് ഇയാള് പറഞ്ഞോ, മൂപ്പർക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേൾക്കാൻ. പിന്നെ മൂപ്പർ ആവർത്തിച്ച് പറഞ്ഞോ, എന്നാ പിന്നെ കണ്ടു വരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദ് അതെനിക്ക് അത് പറയാനുള്ള മനപ്രയാസം കൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ ചുള്ളിക്കോടിനൊപ്പം ആൾക്കാരെ ഏൽപ്പിച്ചത്. നമുക്ക് ഞാനിപ്പോ ഉസ്താദിനോട് നേരിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോ അതിന്റെ പേരിൽ ഒരു റാഹത്ത് കുറവ് വരണ്ടെന്ന് കരുതിച്ചാണ് എന്ന് പറഞ്ഞ മൂപ്പര് പിന്നെയും പറഞ്ഞു, എന്ത് ചുള്ളിക്കോട് ഈ അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് പറഞ്ഞ് അതുകൊണ്ട് കാര്യമുണ്ടോ, എന്റെ അടുത്ത് നേരിട്ട് ഒന്ന് പറഞ്ഞൂടെ. അല്ല അത് നിങ്ങൾ പുറത്തു പോയി പറഞ്ഞാലും പൊന്മുളസ്താനോട് പറഞ്ഞാലും ഉപ്പര് അറിയോ? അത് മൂപ്പര് അറിയും. ഞാൻ തന്നെ പറഞ്ഞില്ലല്ലോ, ഞാൻ തന്നെ പറഞ്ഞു. നമ്മളെന്താ കക്ഷി ആ സമയത്ത് നിങ്ങളപ്പുറം പോയിന്നല്ലോ പറഞ്ഞു. മൂപ്പര് ഇങ്ങോട്ട് പറഞ്ഞല്ലേ, നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞ? മൂപ്പര് ഇങ്ങോട്ടും ഞാൻ അങ്ങോട്ടൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒപ്പരം പോയിരുന്നല്ല. അതൊക്കെ വെറുതെ പറഞ്ഞാണ്. അല്ല നമുക്ക് മോശമായ സർട്ടിഫിക്കറ്റ് ആണ്. മോശമായ സർട്ടിഫിക്കറ്റ് ഇച്ചാല് മൂപ്പർക്ക് സ്വാഭാവികം താല്പര്യം ഉണ്ടാവില്ലല്ലോ. സംശയം എന്താ പേര്? മറ്റേ അല്ല ഈ ഫോൺ കോളിന്റെ എന്തെങ്കിലും ചർച്ച ചെയ്യണോ? ഫോൺ കോളിന്റെ ഒന്നും പറഞ്ഞില്ല. ഫോൺ നിങ്ങൾ ഒന്ന് രണ്ടെണ്ണം മൂപ്പർക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു. ആ കുട്ടി എനിക്ക് ഒന്ന് രണ്ടെണ്ണം ഫോൺ ചെയ്തിരുന്നു. അത് പണ്ടല്ലേ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. എന്തിനപ്പോ അതന്നെ അത് പണ്ടന്നെ. അപ്പൊ ഞാൻ പോകാനോട് പറഞ്ഞിരിക്കുന്നു, എന്തിനാ പൈസ കളയുന്നത് വെറുതെ അതൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ എന്തിനാ പൈസ കളയുന്ന? എന്തെങ്കിലും പൈസ കളഞ്ഞിട്ട് എന്തെങ്കിലും കണ്ടാല് ബുദ്ധിമുട്ടല്ലേ എന്നല്ല? അതിനൊക്കെ മൂപ്പരിക്കലും താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ല. പിന്നെ മൂപ്പരിനോട് പറയാം, ഞാനത് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന കേസാണ്, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നതാണ് എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞ അതിനെന്താ ഉസ്താദ്, ഇതൊരു നമ്മളെ വിഷയത്തിൽ തർക്കമില്ലല്ലോ, ഉസ്താദ് ഉറച്ചു വിശ്വസിച്ചോളൂ. അതേ സമയത്ത് ഞാൻ കണ്ണിൽ കണ്ടതിന്റെ വെളിച്ചത്തിൽ ഞാൻ വേറെ സംഗതി വിശ്വസിക്കുന്നുണ്ട്. അത് എന്നെ കൊണ്ട് തിരുത്താൻ അങ്ങനെ. അല്ല ഞാനിങ്ങനെ മൂപ്പര് ശുഹൂറത്തിന്റെ കാര്യം പറഞ്ഞാലേ ഞാൻ ഈ സാധനത്തിന് എന്ത് ശുഹൂറത്തല്ലേ ഈ സാധനത്തിൽ മൂപ്പരിപ്പോ കാര്യമായിട്ട് കഴിയുമ്പോഴല്ലോ ഞങ്ങള് മൂപ്പരിപ്പോ കാര്യമായിട്ടുള്ളത് ഹസ്രജിന്റെ മുടിമല. മറ്റേത് വിട്ടാ? മറ്റേത് വിട്ടമാതിരി എന്ന് ഇങ്ങനെ അറ്റാക്ക് വന്നോണ്ടേ മൂപ്പരിപ്പം എന്താ വെച്ചാല് പിന്നെ ഇനി ഒന്നങ്ങോട്ട് പോയി നിന്ന് വെക്കാം. നമ്മളത് മറ്റതില്ലേ, നമുക്ക് 2-3 തൊരീക്കിലൂടെ കിട്ടിട്ടില്ലേന്ന് വെച്ചു. അങ്ങനെ തന്നെ പറഞ്ഞല്ലേ? അതായത് നമ്മള് സങ്കല്പത്തിന് വേണ്ടി പറയാം. ശരി. അല്ല സങ്കല്പത്തിന് വേണ്ടി സങ്കല്പിച്ചാൽ ഒന്നങ്ങോട്ട് പോയാൽ തന്നെ മറ്റതില്ലേ. എന്നാ അൽഹംദുലില്ലാഹ് അത് പറഞ്ഞാൽ തന്നെ നിങ്ങളെ പോക്ക് 10 കഴിക്കട്ടോ. പക്ഷെ അതൊന്നും പബ്ലിക് പറയാൻ നിന്നോട് പറഞ്ഞതാണ്. ആയിക്കോട്ടെ, എന്നാലും മൂപ്പർക്ക് ബോധ്യപ്പെട്ട. അതിന്റെ അർത്ഥം മൂപ്പർക്ക് തിരിക്കുന്നതാണല്ലോ അതിന്റെ അർത്ഥം. മൂപ്പർക്ക് തിരിഞ്ഞിട്ടല്ല, മൂപ്പര് വാദത്തിന് വേണ്ടി പറയുന്നതാ. നിങ്ങളെന്തിനാ പേടിക്കുന്നത്, നമ്മൾ ഇനിയിപ്പോ ഒന്ന് മാത്രമൊന്നല്ലല്ലോ ഉള്ളത്, നമുക്ക് ഇനിയും കിട്ടാനുണ്ട് എന്നൊക്കെ പറയുന്നത്. അല്ല കിട്ടാനുള്ള അത് കിട്ടുമ്പോ നമുക്ക് പറയാം ബാക്കി. ഞാൻ
അല്ല പറഞ്ഞിട്ടുണ്ട് കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കോട്ടെ ഉസ്താദെ, അതൊന്നും നമുക്ക് എതിരല്ല, കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതേ സമയത്ത് അതൊന്നും ഇനി ഇതേമാതിരി വിവാദത്തിലേക്കുള്ളൊരു കാരണം ആക്കണ്ടെന്നൊക്കെയാണ് സൂചിപ്പിച്ചത്. അതൊക്കെ മൂപ്പര് അംഗീകരിച്ചുകൊണ്ട് തന്നെയുള്ളത്. വിവാദം ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മളല്ല വിവാദം ആക്കുന്നതും, വിവാദം ആക്കുന്നത് മറ്റവരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ മറ്റവർ തന്നെയാണ് വിവാദം ആക്കുന്നത്, പക്ഷെ നമ്മളെ ഭാഗത്ത് നിന്ന് ഒരു പഴുതുണ്ടാവരുത്. ഓരിപ്പോ എന്തായാലും നമ്മൾ എത്ര മുസാബിന് എടുക്കണ്ടാരും ഓരോരോ പണിയെടുക്കും. പിന്നെ പൊന്മുള ചോദിച്ചു പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലില്ല ഞാനും പറഞ്ഞില്ല. ഏതായാലും മൊത്തത്തില് ഒരു എന്തെന്തെന്നറിയോ ഒരു നിലപാടിലൊക്കെ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനൊന്നും സ്റ്റേജിൽ കാര്യമൊന്നും വിളിച്ചു പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അതിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഞാൻ പറഞ്ഞു ഈ പ്രസംഗിക്കാൻ പോകുന്ന ഞാൻ ആളുകളെ പേര് നൗഷാദിന്റെ പേര് ഞാൻ സൂചിപ്പിച്ച് ഈ പ്രസംഗിക്കാൻ പോകുന്ന ആളുകൾക്കൊക്കെ ഒരു നിയന്ത്രണം വെക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഓരാണത് ഗോലിക്കത് കോളാക്കുന്നതിൽ വലിയ പങ്കുണ്ടായിട്ടുണ്ട്. അമ്പലക്കട വോയിസിന്റെ അതിന്റെ കാര്യമൊന്നും നമ്മൾ ഇതിന്റെ പേരിൽ ചർച്ച ചെയ്യേണ്ടതില്ല. അത് ചർച്ച ചെയ്താൽ അതിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കും. ഇപ്പൊ സംഭവിച്ചും ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഞാൻ സൂചനയിലൂടെ. അപ്പം മൂപ്പര് അതിനോട് യോജിപ്പില്ല. അതൊന്നും വേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ ആവശ്യമില്ല, പക്ഷെ നടക്കുന്നുണ്ട്. അതൊന്ന് കുട്ടികളെ വിളിച്ച് പറഞ്ഞാലെന്ന് പറഞ്ഞു. അതൊക്കെ ഇൻഷാല്ല നമുക്ക് പറയാനും പറഞ്ഞു. അപ്പൊ നല്ല തെളിച്ചത്തോട് തന്നെ ഞങ്ങൾ പറഞ്ഞല്ലെങ്കിൽ കാർമേഘം ഉണ്ടായിരുന്നോ? അങ്ങല്ല എന്ത് കാർമേഘം. മൂപ്പര് അങ്ങനെ നമ്മളോട് വലിയ സ്നേഹമാണ് മൂപ്പർക്ക്. അല്ല സ്നേഹലുണ്ട്, അതുകൊണ്ടാണ് മൂപ്പർക്ക് ഇങ്ങനെ കാര്യങ്ങൾ തുറന്നു പറയുമ്പോഴുള്ള സ്നേഹക്കേട് പലപ്പോഴും ഉണ്ടാവില്ലേ? സ്നേഹക്കുറിച്ചാലോ മൂപ്പർക്ക് പെട്ടെന്ന് നമ്മളാണ് വെറുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. പിന്നെ നിങ്ങള് ജോലിന്റെ കാര്യം ശിഷ്യന്മാരുടെ കൂട്ടത്തില് അല്ല മൂപ്പർ ശിഷ്യന്മാരുടെ കൂട്ടത്തില് മൂപ്പര് അഭിമാനിക്കുമ്പോ പറയുന്ന കുറെ ശിഷ്യന്മാരുണ്ടല്ലോ, ഇന്നവനൊക്കെ നമ്മളെ ശിഷ്യനാണെന്ന്. ആ കൂട്ടത്തില് ഒരുത്തനാണോ ഞാനെന്ന് എനിക്ക് ഇങ്ങനെ ചെറിയ തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. മൂപ്പര് നമ്മളെ അത്രയും റെസ്പെക്ട് കൊണ്ടുണ്ടാവലേ. അപ്പൊ അങ്ങനത്തെ ഒരു ശിഷ്യൻ നമ്മളെന്തായാലും വഞ്ചിക്കൂല ചതിക്കൂല, ഓനെ നമ്മൾ പെട്ടെന്ന് കുറിച്ച് പുറത്താക്കാനും പാടില്ല എന്നൊക്കെ മൂപ്പർക്ക് ധാരണ ഉണ്ട്. അതിന്റെ അതുകൊണ്ട് മൂപ്പർക്ക് കുറെ മനസ്സിലാക്കുണ്ടേ ഇവനങ്ങനെ എങ്ങനെ പറ്റി പറഞ്ഞു പോയല്ലോ എന്നുള്ള. അല്ല ഇത് പറയുമ്പോ അവിടെയുള്ള ഒരാളെ മാറ്റണം മൂപ്പര് തയ്യാറായില്ല അല്ലെ? ഒരു കെട്ടോട്ടം തന്നെയാ പറഞ്ഞത്. ഒരു കെട്ടോട്ടം കളിക്കണ ഇവരാണ് ഈ കുട്ടികളാണേ ഒരു മൂപ്പര് സ്വാധീനങ്ങളായിട്ടുള്ളത്. മൂപ്പരിനോട് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നെ വിളിച്ചു വരുത്തുക. അല്ലെങ്കിൽ പോവാതെ പോയിക്കോട്ടെ എന്ന് നോക്കും. ഈ ആയതുകൊണ്ട് നമുക്കത് ചെയ്യാൻ വയ്യ ഇങ്ങനെ പറയുന്നത്. അതല്ല ഞാനിങ്ങനെ ഈ ഒരു നിലപാട് സ്വീകരിക്കും എന്നുള്ളത് മൂപ്പരെന്തായിരുന്നില്ല, പ്രതീക്ഷിച്ചിരുന്നില്ല. അല്ല നിങ്ങള് പിന്നെ ആരോ പറഞ്ഞിട്ട് സ്വീകരിച്ചു എന്നല്ല നമുക്ക് കണ്ടു ബോധ്യപ്പെട്ടൊരു കാര്യം. പിന്നെന്താ ഈ ഇപ്പൊ എനിക്കിത് സംശയം ഉണ്ടാകാൻ പാടുണ്ടോ? എനിക്കങ്ങനെ ഒരു സംശയം ഉണ്ടായി. ഞാൻ പറഞ്ഞു എനിക്ക് നിരന്തരം ആളുകൾ വിളിച്ച് ചോദിക്കുന്നു. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും പഠിക്കണം എന്നുള്ളൊരു മാനസികാവസ്ഥ വരും. അങ്ങനെ പഠിക്കാൻ പോയി പഠിച്ചു നോക്കുമ്പോൾ ഇങ്ങനെയാണ്. അപ്പൊ പറഞ്ഞു എനിക്ക് മാത്രം എന്താ വിളിച്ച് ചോദിക്കാന്ന് വെച്ചിട്ടുണ്ടോ? ഈ ആളുകൾ നിരന്തരം എനിക്ക് വിളിക്കുന്നു. ഈ ആരാണ് എനിക്ക് മാത്രം വിളിക്കുന്നു, ഞങ്ങൾക്കാർക്കും വിളിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഞാൻ ഗ്ലോബൽ വോയിസിലും മറ്റൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന ആളാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടുള്ളൊരു ജനങ്ങളായിട്ട് ഇടപഴകുന്നോണ്ടുള്ള ഒരു ഇതാണെന്ന് അറിയാം. അല്ല ഞാനൊന്ന് അറിയാൻ വേണ്ടി നമ്മള് ക്ലാസ് റൂമിന്റെ വിഷയം ചർച്ച ചെയ്തിനോ? സൂചനകൾ പറഞ്ഞിട്ടുണ്ട്. അല്ല മൂപ്പരെന്താ പറഞ്ഞോ? ഇല്ല മൂപ്പരൊന്നും പറഞ്ഞില്ല. അതേ പിന്നെ മൂപ്പര് ഞാൻ പറഞ്ഞു മലബാർ റൂമ് കയറിയിട്ട് മറ്റേ ചങ്ങായി ഇങ്ങനെ ഇതാക്കുന്നുണ്ട് പല സംഗതികളും. അതിന്റെ ഒന്നും ആവശ്യമില്ല. പബ്ലിക്കിൽ ഇങ്ങനെ പൊട്ടിപ്പാറേണ്ട ഒരു കേസ് അല്ലപ്പത്. അതൊക്കെ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ. അപ്പൊ ആ ഇൻഷാല്ലാന്ന് പറഞ്ഞു മൂപ്പര്. പിന്നെ അല്ല ഇത് ഒന്നുകൂടി അറിയാൻ അതിന്റെ സൈക്കോളജി തിരിയാൻ വേണ്ടി ചോദിച്ചു. ഇത് നിങ്ങൾ എന്റെ വിഷയം മൂപ്പരോട് എടുത്തിട്ടതാണോ അല്ല മൂപ്പര് ഇങ്ങോട്ട് എടുത്തിട്ടതാണോ? ഇല്ല ഞാൻ എടുത്തിട്ടില്ല. പിന്നെ മൂപ്പ എങ്ങനെ എന്റെ വിഷയം മൂപ്പര് നിങ്ങളോട് പറയാൻ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടേ? അല്ല അത് ഈ വിവാദത്തിൽ കക്ഷികളായ ആളുകളെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് ജിഷാൻ വിളിച്ചിരുന്നു, മറ്റാൻ വിളിച്ചിരുന്നു. നിങ്ങള് പിന്നെ ബോംബെ പോയ കഥ പറഞ്ഞല്ലോ. അപ്പൊ പറഞ്ഞു നിങ്ങള് മറ്റേ എന്നാളെ കൂടെ ബോംബെ പോയി. ഞാൻ പറയാം അങ്ങനെ എന്നാളെ കൂടെ ഞാൻ ബോംബെ പോയിട്ടില്ല. ഞാനിങ്ങനെ വേറെ സംഗതിക്ക് പോയതാണ്. അപ്പൊ എന്നാളെ കൊണ്ടായിരുന്നു. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ട് മൂപ്പരെടുത്ത് കഥകള്. അതുണ്ട്, അത് കേൾക്കുമല്ലോ.
അപ്പൊ എത്തിക്കേണ്ട ആൾക്കാരൊക്കെ എത്തിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. ഏതായാലും ആകട്ടെ, എന്തിപ്പോ ചെയ്യും, നമുക്കിപ്പോ എല്ലാരെയും പിന്നെ അടിച്ചേൽപ്പിക്കാനൊന്നാവില്ല. ഞാനേ നമ്മളിപ്പോ ഇതിൽ ഇങ്ങനെ തന്നെ നിന്നാ മതി. എങ്ങനെയെന്നറിയോ, മൂപ്പർക്ക് ഇപ്പൊ അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവാം ഒരു പക്ഷെ. മൂപ്പരിനോട് എനിക്കിത് ഉറപ്പാണ് ബോധ്യപ്പെട്ടിട്ട്. ഞാനിത് സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പലപ്പോഴും. പിന്നെ ഇന്നലെ മെനയാന്ന് എസ്കക്കാർ കോഴിക്കോട് പരിപാടി നടത്തുന്ന സമയത്ത് പോലും എനിക്ക് സ്വപ്ന ദർശനം ഉണ്ടായിട്ടുണ്ട്. എനിക്കെന്താ സംശയമുണ്ടോ, ഉറച്ചു നിന്നോ എന്നോട് പ്രധാനപ്പെട്ട 3 മശായിഖന്മാര് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആരാന്ന് വെച്ചാ പറഞ്ഞ, പിന്നെ ഒന്ന് എന്റെ ഉസ്താദ് ഓക്കെ ഉസ്താദ്, പിന്നെ CM വലിയുള്ളായി, പിന്നെ ചാപ്പനങ്ങാടി വാപ്പൂലിയാര്, 3 മശായിഖന്മാരാണ്. അല്ല ഇവരൊന്നൊരു എന്നോട് ഉറച്ചു നിന്നോട് ഇവരൊന്ന് ഇപ്പറഞ്ഞ 3 രൂപം ഇബിലീസ് ആക്കൂലെന്ന് ഇടിയില്ലല്ലോ. അങ്ങനെ വല്ല തെളിവുണ്ടോ? ഇല്ല. അല്ല ഞാൻ പറയുന്നത് മൂപ്പർക്ക് ബോധ്യപ്പെട്ട മശായിഖന്മാരായിരിക്കും. അപ്പൊ അന്നേരം മൂപ്പർക്ക് ബോധ്യമാണ്. മൂപ്പരെ ബോധ്യത്തിനെ കുറിച്ച് ഞാൻ പറയുന്നതേ. അപ്പൊ അതിങ്ങനെ ആവർത്തിച്ചിട്ട് എനിക്കിങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ എനിക്കത് ഉറപ്പാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഉസ്താദ് അതിന് നമുക്ക് വിരോധം, ഉസ്താദിന് ഉറപ്പുണ്ടാവാം. പിന്നെ മൂപ്പരെന്നെ പറയുന്നുണ്ട് എന്ത്, ഇതൊക്കെ സ്വപ്നമാണ്, സ്വപ്നം തെളിവല്ല. അപ്പൊ ഞാൻ പറഞ്ഞു അതെന്നെ നമ്മളും പറഞ്ഞിട്ടുള്ളൂ. സ്വപ്നം പബ്ലിക്കിൽ പറയാൻ പറ്റിയ തെളിവല്ല. ഉസ്താദിന് വേണമെങ്കിൽ വിശ്വസിക്കാം മാക്സിമം. അത് മറ്റുള്ളവരെ കേൾപ്പിക്കേണ്ട കേസല്ലല്ലോ. അപ്പൊ സാർ ഓക്കെ, ഞാൻ പറഞ്ഞ ഓക്കെ നിൽക്കണം, അത്ര നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അതിന്റെ അപ്പുറം പോണ്. അതൊക്കെ ഞാൻ മുപ്പത് പറയുമ്പോ ഒക്കെ നല്ല ഒരു എന്താ ശക്തിയായ പ്രയോഗങ്ങളാണ് അതൊക്കെ. അതുപോലെ എനിക്ക് തിരിച്ചുണ്ടാവാം. ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ പറഞ്ഞു, എനിക്ക് തിരിച്ചുണ്ടാവാം. അത് ഒറിജിനൽ അല്ല എന്നുള്ള മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിന്റെ പേരിലായിരിക്കും ഞാനൊരു നിലപാടെടുക്കുന്നത്. ഇപ്പോഴും മൂപ്പര് ജാലിയ വാലാല സ്വാലിഹായ പിന്നെ മുത്തഖിയ മനുഷ്യനെന്ന് തന്നെയാ പറഞ്ഞിരുന്നേ? അല്ല അങ്ങനൊന്നും പറഞ്ഞില്ല. ജാലിയവാലിനെ പറ്റി ഞാൻ വളരെ ഇരപ്പാക്കിയിട്ടല്ലേ മൂപ്പരോട് സംസാരിച്ചത്. അപ്പൊ മൂപ്പര് പറഞ്ഞു നമ്മളിപ്പോ ഒരാളെ ലാഹിർ നോക്കിയിട്ടല്ലേ നമുക്ക് വിധി പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതും. നമ്മൾ മുഖ്താറിനെ പറ്റി വരെ മുഖ്താർ കള്ളനാണെന്ന് നമ്മൾ പറഞ്ഞില്ല. മുഖ്താറിൽ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. എന്താ പറഞ്ഞത്? ജാലിയവാലയെ പറ്റി ഞാൻ എരപ്പാക്കിയിട്ടാ പറഞ്ഞെന്ന്. ഒന്ന് ഡിക്ഷണറി തുറക്കണേ പയ്യോളി, ഡിക്ഷണറി തുറക്കണേ കുമ്മോളി. എന്താ എരപ്പിന്റെ അർത്ഥം? മക്കളെ, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്, الصلاة والسلام عليك يا سيدي يا شفيع الله. എടോ കളിങ്ങളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടാണോ? നിങ്ങൾ ഈ മനുഷ്യനെ കൊണ്ട് ഇയാളെ ചാക്കിട്ടിട്ട് ജാലിയവാലയെ പറ്റി ഞാനൊന്നും കണ്ടിട്ടില്ല എന്നുള്ളൊരു പച്ച നുണയുള്ള ക്ലിപ്പ് നിങ്ങളെ ക്ലാസ് റൂമിൽ പ്ലേ ചെയ്യിപ്പിച്ചിട്ട് ആളുകളെ കൊണ്ട് എന്റെ പച്ചമാംസം തിന്നിക്കാൻ വേണ്ടി പുറപ്പെട്ട എസ്റ്റിവിക്കാരെ മരിക്കണ്ടടോ. നിങ്ങൾ മനസ്സിലാക്കണം, ഏറപ്പാക്കിയിട്ട് അങ്ങനെയുണ്ടോ? കാന്തപുരത്തിന്റെ മുറബിയായ ഷെയ്ഖിനെ പറ്റി സ്വന്തം ഉസ്താദിനോട് ഏറപ്പാക്കിയിട്ട് അത് 2 വട്ടം ആവർത്തിച്ച് വെച്ചെടുത്ത് തോട്ടക്കാടെ എല്ലാവരും കേൾക്കട്ടെ. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അടങ്ങിയിരിക്കുന്ന ജിഷാനെ പിടിച്ചിട്ട് നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ അടങ്ങിയിരിക്കുമ്പോ ഇവരെ കാരണം ക്ലിപ്പൊക്കെ തീർന്നെന്നാ. തീരൂല മക്കളെ. ഇനിയും തുറക്കാത്ത 4-5 അറകൾ ബാക്കിയുണ്ട്. ക്ലിപ്പിന്റേതായ 4-5 അറകൾ ഇനിയും ബാക്കിയുണ്ട്. തുറന്ന അറയിലുള്ള ക്ലിപ്പുകൾ തന്നെ തീർന്നിട്ടില്ല. എന്താ നിങ്ങൾ വിചാരിച്ചത്? വ്യക്തിപരമായിട്ട് ഒരാളെയും ദ്രോഹിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പാച്ചാണോണ ദീനിന്റെ പേരിൽ പറഞ്ഞിട്ട് ഇവിടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പച്ചക്കളവിട വിളമ്പാൻ വന്നാൽ അത് കാന്തപുരമല്ല, പയ്യോളിയല്ല. കാന്തപുരവും പയ്യോളിയും പൊന്മളയും ചെറിയേപ്പിയും എല്ലാ ആളുകളും ഒരു സ്റ്റേജിന്മേൽ ഇരുന്നിട്ട് നടക്കാത്ത കാര്യം. എടോ 300-400 ഐഡിയും തുറന്നിരുന്നിട്ട് പയ്യോളിക്കാരൻ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് പ്രസംഗിച്ചാൽ ഒലിച്ചു പോകുമെന്ന് കരുതിയോ? ഒന്ന് കാണണല്ലെന്നാല് ഒന്ന് വരട്ടെ. എരപ്പ് ഒന്നും കൂടി ഒന്ന് ആവർത്തിച്ച് എല്ലാവരും കേൾക്കട്ടെ. ജാലിയവാല ആരാണെന്ന് പറഞ്ഞ എരപ്പ്. എന്നിട്ട് കണ്ടിട്ടില്ല എല്ലാ ശരി. ബഷീർ ബാക്കവി കണ്ട സത്യം, ജിഷാൻ മാഹി കണ്ട സത്യം, ഏപ്പിക്കാരുടെ മോഹന വാഗ്ദാനങ്ങൾ കിട്ടിയപ്പോ നിങ്ങൾ കണ്ടില്ലല്ലേ? പക്ഷെ നിങ്ങൾ ആയ കാലത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ,
ആയ കാലത്തിങ്ങളൊക്കെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ആ മൊഴി ഞാൻ മാത്രമല്ല രേഖപ്പെടുത്തിയത്, മലക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഴുവൻ സാക്ഷികളും റബ്ബിന്റെ ആയ സൃഷ്ടികളൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കളവ് പറയുന്നതിന് അതിര് വേണ്ടേ? എന്താ കഥ? എരപ്പാക്കിയിട്ടുണ്ടല്ലേ? ഒന്ന് കേക്കട്ടെ തോട്ടക്കട, ഒരു 3 വട്ടം കേക്കട്ടെ. എരപ്പ് എല്ലാവരും കേൾക്കാത്ത STV-കാരുണ്ടോ? കേൾക്കാത്ത കുമ്മോളിക്കാരനുണ്ടോ? കേൾക്കാത്ത പയ്യോളിക്കാരനുണ്ടോ? മുഴുവൻ പയ്യോളിക്കാരനോടും കുമ്മോളിക്കാരനോടും ഇനി ഏത് കാരനോടും പറയാനുള്ളത് നുണ പറയല്ല. നുണ പറഞ്ഞാൽ നിലനിൽപ്പില്ല. ഇന്നൽ ബാത്തില കാന സഹൂക. തോട്ടക്കാട് വരട്ടെ. അങ്ങനെ ഉസ്താദുകൾക്ക് സാധാർത്ഥ്യങ്ങൾ ഓരോരുത്തരുടെയും പേര് അവസാനം അരികിലും എത്തുന്നു. ആ സനത് ആദ്യമവസാനം വരെ ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ഇത് പ്രഭാതപ്പെട്ട മുടി വടക്കേ ഇന്ത്യയിൽ നിന്ന് കൈമാറിയ മൗലാന ഇക്ബാൽ വലി അലിയാവാല എന്ന മഹാൻ മുതൽക്ക് ബഹുമാനപ്പെട്ട ഗൗസുല്ലാഹുൽ മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മുടി പ്രഭാതപ്പെട്ട മുടി വടക്കേ ഇന്ത്യയിൽ നിന്ന് കൈമാറിയ മൗലാന ഇക്ബാൽ വലി അലിയാവാല എന്ന മഹാൻ മുതൽ മാക്സിമം അത് മറ്റുള്ളവരെ കേൾപ്പിക്കേണ്ട കേസല്ലല്ലോ. അതെ 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 അതെ. അപ്പൊ സാർ ഓക്കെ, ഞാൻ പറഞ്ഞ ഓക്കെ നിൽക്കണം, അത്ര നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അത് ശരിയാ. പിന്നെ അതിന്റെ അപ്പുറം പോണ് അതൊക്കെ ഞാൻ മുപ്പത് പറയുമ്പോ ഒക്കെ നല്ല ഒരു എന്താ ശക്തിയായ പ്രയോഗങ്ങളാണ് അതൊക്കെ. അതുപോലെ എനിക്ക് തിരിച്ചുണ്ടാവാം. ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ പറഞ്ഞു, എനിക്ക് തിരിച്ചുണ്ടാവാം. അത് ഒറിജിനൽ അല്ല എന്നുള്ള മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിന്റെ പേരിലായിരിക്കും ഞാനൊരു നിലപാടെടുക്കുന്നത്. ഇപ്പോഴും മൂപ്പര് ജാലിയവാല സ്വാലിഹായ പിന്നെ മുത്തഖിയ മനുഷ്യനെന്ന് തന്നെയാ പറഞ്ഞിരുന്നേ? അല്ല, അങ്ങനൊന്നും പറഞ്ഞില്ല. ജാലിയവാലിനെ പറ്റി ഞാൻ വളരെ ഉറപ്പാക്കിയിട്ടല്ലേ മൂപ്പരോട് സംസാരിച്ചത്. അപ്പൊ മൂപ്പര് പറഞ്ഞു നമ്മളിപ്പോ ഒരാളെ ലാഹിർ നോക്കിയിട്ടല്ലേ നമുക്ക് വിധി പറയാൻ പറ്റുള്ളൂ. എനിക്ക് തിരിച്ചുണ്ടാവാം. അത് ഒറിജിനൽ അല്ല എന്നുള്ള മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിന്റെ പേരിലായിരിക്കും ഞാനൊരു നിലപാടെടുക്കുന്നത്. ഇപ്പോഴും മൂപ്പര് ജാലിയവാല സ്വാലിഹായ പിന്നെ മുത്തഖിയ മനുഷ്യനെന്ന് തന്നെയാ പറഞ്ഞിരുന്നേ? അല്ല, അങ്ങനൊന്നും പറഞ്ഞില്ല. ജാലിയവാലിനെ പറ്റി ഞാൻ വളരെ ഉറപ്പാക്കിയിട്ടല്ലേ മൂപ്പരോട് സംസാരിച്ചത്. അപ്പൊ മൂപ്പര് പറഞ്ഞു നമ്മളിപ്പോ ഒരാളെ ലാഹിർ നോക്കിയിട്ടല്ലേ നമുക്ക് വിധി പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെയല്ല നമ്മൾ പറഞ്ഞിട്ടുള്ളതും. നമ്മൾ മുഖ്താറിനെ പറ്റി വരെ മുഖ്താർ കള്ളനാണെന്ന് നമ്മൾ പറഞ്ഞില്ല. മുഖ്താറിൽ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്കത് ത്വരീഖത്തിന് ശേഷമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. അത്രേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഉള്ളിലെന്താ പറഞ്ഞാൽ ആവാം. അതുപോലെ ഞാനും പറഞ്ഞു നമ്മൾ ഭാര്യമായിട്ട് വെച്ച് നോക്കുമ്പോ ജാലിയൻവാലിന്റെ അവസ്ഥ അങ്ങനെയാണ്. പിന്നെ എന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവാം, അള്ളാഹു ആലം. പിന്നെ ഉസ്താദ് പോയവൻ കണ്ടിട്ടുണ്ടാവില്ല. ശരിയായിരിക്കാം. ഞങ്ങൾ പോയവൻ കണ്ടു. അതുകൊണ്ട് തമ്മിൽ വൈരുദ്ധ്യമല്ല. ഞങ്ങൾ വിശ്വസിക്കൽ ഞങ്ങൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ്, ഉസ്താദ് വിശ്വസിക്കൽ ഉസ്താദിന്റെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനൊക്കെ പറഞ്ഞ നയപരമായി സംസാരിക്കണല്ലേ. നമ്മള് മുൻധാരണ ദേശീയ കോപോ. ഞാൻ നിങ്ങൾക്ക് ഒരു വാദത്തിന് വേണ്ടി ചോദിക്കാണ്. ഇനിയിപ്പോ നമ്മൾ കണ്ട അതേ കാര്യം മൂപ്പര് പോയി കണ്ടു തന്നെ കൂട്ടിക്കോ. കേട്ടോ, ഇത് സുന്നിസുണ്ടെങ്കിൽ ഞാനിപ്പോ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് പോലെയല്ല. നല്ല 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 ഓരോ ഹർഫ് വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുമായിരുന്നു. എന്താ അസീരി പറഞ്ഞത്? കാന്തപുരത്തിനോട് ജിഷാൻ കണ്ടു എന്നാ വയ്യോളി? കാന്തപുരത്തിനോട് പറഞ്ഞു. അതെ, ജിഷാനും ബഷീർ വക്കവിയും കണ്ടു. ഏത് എരപ്പാക്കിയത്? ഞാൻ ആ സമയത്ത് കണ്ണു വെത്തിയതായിരുന്നു. ഞങ്ങൾ കണ്ടു. എന്താ ഇനിയിപ്പോ പയ്യോളി 3 പോയിട്ട് ഞങ്ങൾ എന്ന് പറയണമെങ്കിൽ 2 കണ്ടാൽ തന്നെ അത് ഞങ്ങൾ എന്ന് പറയാമല്ലേ? നാളെ അതിന് പുതിയ ഡിക്ഷണറി ഉണ്ടാക്കി കൊണ്ടുപോകുന്നത്. എന്താ ഈ അന്തംഗമ്മിയുടെ കഥ? നിങ്ങൾ കേട്ടില്ലേ സുഹൃത്തുക്കളെ? പടച്ചോന്റെ ഒരു കുതിരത്ത് ഞാൻ ആലോചിക്കുക. ഏതായാലും ഞാൻ ഒന്ന് പറയാം. നസീർ അസീരിക്കുള്ള ഡോസും STV-ക്കാർക്കുള്ള ഡോസും ഈ വിഷയത്തിൽ ഞാൻ ഇന്നത്തോടുകൂടി ഈ ക്ലിപ്പോടുകൂടി തൽക്കാലം നിർത്തുക. ഇനിയിപ്പോ അസീരി നിങ്ങളെ ക്ലാസ് റൂമിൽ ഒന്ന് കൊണ്ടുപോവാ, എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. നസീർ അസീർ നിങ്ങളെ ക്ലാസ് റൂമിൽ കൊണ്ടുവന്നിട്ടൊന്ന് പ്രസംഗിപ്പിക്കുക. അല്ലെങ്കിൽ അസ്കർ നാളെ ഒരു കോളും കൂടി ചെയ്യണം കേട്ടോ.
ഏതായാലും നിങ്ങൾ എന്റെ ഒരു പഴയ സുഹൃത്താണ്, അതുകൊണ്ട് നിങ്ങളെ കൂടുതൽ ഈ വിഷയത്തിലേക്ക് വലിച്ചിടുന്നില്ല. ഏതായാലും STB-ക്കാര് ബാബാ മീറാന്റെ നാളെ ഒരു കോള് അസുഹരിക്ക്, എന്നിട്ട് ആ ക്ലിപ്പ് ഇടണം കേട്ടോ. എന്നിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാ പറഞ്ഞതെന്നല്ലേ. നുണ പറയുന്നതിന് ഇത്ര മാത്രം. അങ്ങനെ ഉണ്ടല്ലോ, ആഖിറത്തിൽ വിശ്വാസമില്ലാത്തൊരു കമ്പനി ഏൽപ്പിക്കും. ഒരു ലെവലേശം ഒരു ഉഹ്റവിയായ ചിന്ത ഇവർക്കുണ്ടെങ്കിൽ ഇത്ര പച്ചയായ നുണകള്. ഇവരെ ധാരണ എന്താ? ഇവരില്ലെങ്കിൽ സുന്നത്യമായിട്ട് ഒലിച്ചു പോകുന്ന, ഇവരില്ലെങ്കിൽ സുന്നത്യമായിട്ട് ഒലിച്ചു പോകുന്നുള്ള ഒരു ധാരണയാ. അതാ ഇത് അല്ല എന്ന് വിശ്വസിക്കുന്ന പല കമ്പനിക്കാരും ഇപ്പൊ അതാ പറയുന്നത്. ഞാൻ വെറുതെ പറഞ്ഞല്ല, സംഗതി ശരിയാണ്, സംഗതി മുടിരാജാണ്. പക്ഷെ സുന്നത്യമാത്തിന്റെ ഭദ്രത ഭയങ്കര ഭദ്രതയല്ലേ. എവിടെ കൂടാന് കോടിക്കണക്കിന് വർഷങ്ങള് അള്ളാഹു നിയന്ത്രിച്ച അവന്റെ ദീന്. അവന്റെ ഒരു കാന്തപുരം നിർത്തിക്കണം മോനെ. അതുകൊണ്ട് ഈ നുണ പറഞ്ഞിട്ടുള്ള ഇവിടെ പ്രചരണം ഉണ്ടല്ലോ, ആ നുണ നിങ്ങളെ കൂട്ടത്തിൽ കുറച്ച് എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന കുറച്ച് അന്തംഗമികൾ ഉണ്ട്, അത് യാഥാർത്ഥ്യ. പക്ഷെ എല്ലാ കേരളത്തിലെ പ്രബുദ്ധരായ സാക്ഷര കേരളത്തിലെ ജനങ്ങളൊക്കെ അത്തരം കൂട്ടത്തിലാണ് നിങ്ങൾ വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റിയെന്നാ പറയാനുള്ളത്. നുണ പറയരുത്. ഉള്ള പറഞ്ഞോ. വഹാബ് സഖാഫി പറഞ്ഞാലും പറഞ്ഞോ, തെളിവൊന്നുമില്ല. മുടി തിരികേശാണെന്നല്ലും തെളിവൊന്നുമില്ല. കാന്തപുരം പറഞ്ഞതാ എന്റെ തെളിവെന്ന് അങ്ങനെ പറഞ്ഞോ. പക്ഷെ നുണ പറഞ്ഞിട്ട് ഞങ്ങൾ കണ്ടു. ആരോടാ പറഞ്ഞ? കാന്തപുരത്തോട്. ജാലിയവാല എരപ്പാണെന്നുള്ള ഞങ്ങൾ കണ്ടു. ജിഷാൻ കണ്ടു എന്നാ പറഞ്ഞത്? അല്ലെ ബഷീർ വാക്കബി കണ്ടു എന്നാണോ പറഞ്ഞത്? ഞങ്ങൾ കണ്ടു. എപ്പോഴാണ് എന്റെ സുഹൃത്ത് അസ്ഹരിക്കിപ്പോ ഞങ്ങൾ കണ്ടത്? അത് ഞാൻ കണ്ടില്ല എന്നായത്. നാട്ടിലൊരു സ്ഥാപനം തുടങ്ങേണ്ട ഘട്ടം വന്നപ്പോ ഞങ്ങൾ കണ്ടത് എന്തായി? ഞാനൊന്നും കണ്ടിട്ടില്ല. ആഹാ, നമുക്ക് കാണാലോ. ഈ നുണകൾ ആര് പറഞ്ഞാലും നുണക്കിവിടെ സപ്പോർട്ട് ചെയ്യാൻ നിർവാഹമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. തോട്ടക്കാടിന്റെ മൈക്കിലേക്ക് വന്നോളൂ. മൈക്ക് റിലീസ്. കണ്ടു, അതും തമ്മിൽ വൈരുദ്ധ്യമല്ല. ഞങ്ങൾ വിശ്വസിക്കൽ ഞങ്ങൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ്, ഉസ്താദ് വിശ്വസിക്കൽ ഉസ്താദിന്റെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനൊക്കെ പറഞ്ഞ ന്യായപരമായി സംസാരിക്കണല്ലേ. നമ്മുടെ മുൻധാരണ ദേശീയകോപോ. ഞാൻ നിങ്ങൾക്ക് ഒരു വാദത്തിന് വേണ്ടി ചോദിക്കാണ്. ഇനിയിപ്പോ നമ്മൾ കണ്ട അതേ കാര്യം മൂപ്പര് പോയി കണ്ടു തന്നെ കൂട്ടിക്കോ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മൂപ്പര് തിരുത്തൂന്ന്? അല്ല, അതിന് പിന്നെ മൂപ്പരത്ത് വേറെയും കര ന്യായീകരണങ്ങളുണ്ട്. ഇതൊന്നും മാത്രം തന്നെ ഉള്ളത്. അബുദാബിന്ന് വന്ന വലിയ ഞാൻ സ്വപ്നത്തിൽ കാണുന്നുണ്ട്. അങ്ങനൊക്കെയുള്ള കുറെ ഡാറ്റാസ് ഉണ്ട്. ഒരു തെളിവോ ഒരു ഇതോ മാത്രമല്ല മൂപ്പരത്തുള്ളത്. കുറെ നൂറുകളൊക്കെ പിൻബലത്തിലാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. ഒന്നാണ് പൊട്ടി അടുത്തയിലേക്ക് ചാടും. അതെ, ഇനിയിപ്പോ അബുദാബിയിൽ അല്ലെങ്കിൽ ഇനിയിപ്പോ ബലാനുണ്ടല്ലോ അല്ലെ? അതെ. ഏതായാലും ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത്, നമ്മളിനി ഇത് എന്ത് ചെയ്യണ്ട, ഒരു വലിയ സംഭവമായിട്ട് ഏറ്റെടുത്തിട്ട് നമുക്കിപ്പോ വേണ്ട കാര്യങ്ങളൊക്കെ ഇല്ലല്ലോ. നമ്മളിതിന്റെ ഉള്ളിൽ പഠിക്കാൻ ഇറങ്ങിയപ്പോ നമുക്ക് കുറെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ചുള്ളിക്കോട് എന്താ പറയുന്നത്? ചുള്ളിക്കോട് നിങ്ങൾ കണ്ടപ്പോ കിട്ടണി? ചുള്ളിക്കോടിനെ ഞാൻ അതിന്റെ മുന്നേ തന്നെ കണ്ട് കുറെ സംസാരിച്ചു. മൂപ്പർക്കൊന്നും ഒരു കുലിക്കല്ല. മൂപ്പരൊന്നും ഇതിൽ ഞാൻ താല്പര്യമില്ല. മൂപ്പര് പറയുന്നത് വീക്കായി താല്പര്യമില്ല. അങ്ങനെയാണ്. താല്പര്യമില്ല കേൾക്കാൻ താല്പര്യമില്ല. ഈ മുടി താല്പര്യമില്ല, കേൾക്കാനും താല്പര്യമില്ല. ഞാൻ അതിലെന്ത് ചെയ്യാനാണ്? എനിക്കതിലൊരു ഉത്തരവാദിത്വം ഇല്ല എന്നൊക്കെയുള്ള ഒരു നിലപാട്. ഇത് നിങ്ങൾ കണ്ട കഥ പറഞ്ഞപ്പോ എന്താ പറയുന്നത്? കണ്ടതിലെന്താ മൂപ്പർക്കൊന്നും പറയാനില്ലല്ലോ. അല്ല മൂപ്പര പോലെ പറയാനില്ല. ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അത് നിങ്ങൾക്ക് തോന്നി പോയില്ല കാണാൻ? അത് ശരിയാ. ഞാനൊന്നും പറഞ്ഞില്ല. കേട്ടിങ്ങനെ ഇരുന്നു എന്നല്ലാതെ കേൾക്കുമ്പോ ചിരിച്ചു എന്നല്ലാതെ. മൂപ്പറൊന്നും ഏറ്റിസാ പറയുന്നതിന്റെ അപ്പുറം പറയുകയാണ്. കാരണം സാധിക്കൂല, മൂപ്പർക്ക് സാധിക്കൂല ഇതില്ല. അതെ, നമുക്കറിയാം. നിങ്ങൾ പറയാതെ തന്നെ നന്നായിട്ടറിയാം. മൂപ്പരിച്ചാല് അത്രയും എന്താ ഇതില് ഉള്ളിലെ അങ്ങനെ മൂപ്പരേ വരങ്കല്ലോ സാറേ. എത്ര എനിക്കെന്നത് സാധിച്ചായിട്ടുണ്ട്. എനിക്ക് തന്നെ ഞാനൊക്കെ പറഞ്ഞാല് 2 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം മൂപ്പര് സാധനത്തിൽ പഠിച്ചു. പിന്നെ വല്ലപ്പോഴൊക്കെ മൂപ്പരൊക്കെ കാണും. മിസർ ചെയ്യാൻ പോവാൻ മൂപ്പര് കാരണമായിട്ടുണ്ട്. ഈ ഒരു ബന്ധത്തിന്റെ പേരിൽ എനിക്കത്ര ലിമിറ്റുകളുണ്ട്. ചുള്ളിക്കോട് അങ്ങനെയല്ല. ചുള്ളിക്കോട് ചെറുപ്പം മുതൽ അവിടെയാണേ. അല്ല, നിങ്ങൾ ഈ പറഞ്ഞ വിഷയങ്ങൾ പറഞ്ഞപ്പോ ചുള്ളിക്കോട് അതിന് എന്തൊരു ജവാബ് വരണ്ടേ? ജവാബില്ല. ഉണ്ടാണ്ടിരിക്കുക. കേൾക്കുമ്പോ ചിലത് കേൾക്കുമ്പോ ചിരിക്കും. ചിരിക്കാന്ന് പറഞ്ഞാല് ഇതിനെ വഷളത്തര ഓർത്തിട്ടേ
അത്രേ ഉള്ളു. അല്ല മൂപ്പര് അങ്ങനെ പറയട്ടെ, മൂപ്പര് വല്ലതും പറഞ്ഞാൽ ഞാനത് ആക്കൂലേ, കോട്ട് ചെയ്യില്ല വേറെ സ്ഥലത്ത്. അപ്പൊ അതൊന്നും മൂപ്പര് അങ്ങനെ പറയില്ല, എന്നെ എതിർക്കൂല. എന്നെ എതിർക്കാൻ മൂപ്പർക്ക് തെളിവുണ്ടേ, തെളിവില്ലാത്ത മൂപ്പര് എതിർക്കൂല. അപ്പൊ ഈ സ്വപ്നാണിപ്പോ മൂപ്പർക്ക് ആകെയുള്ള മാനദണ്ഡം ഇപ്പൊ പറഞ്ഞതിന്റെ ആകെ തുക. അതെ, അത് മൂപ്പർക്ക് ഉള്ള ഒരു ഉപോത്ബലകാണ്. ആവശ്യമായ തെളിവിന് പറ്റില്ല മൂപ്പരും പറഞ്ഞ്. അത് പബ്ലിക്കിൽ പറയാൻ പറ്റിയ തെളിവ്, ഒരു ഹുക്കം സ്ഥിരപ്പെടുത്താൻ പറ്റിയ തെളിവല്ല. ഞാൻ പറഞ്ഞു ഓക്കെ, അത് ഉസ്താദിന് പറ്റും, ഉസ്താദിനെ പിന്നെ ആണെങ്കിൽ അതിമല അവലംബിക്കാം. പക്ഷെ അത് സ്വീകരിക്കൂലെന്ന് പറയുന്നവനെ എതിർക്കാനൊന്നും നമ്മൾക്ക് കോപ്പില്ല. സ്വീകരിക്കാം. അല്ല, നിങ്ങള് മൂപ്പര് പറഞ്ഞൊരു വാദം നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് പഴക്കല്ലേ, അതില് ഊതുവത്തൊക്കെ പെരട്ടിയല്ലേ എന്ന് പറഞ്ഞില്ല, അത് മർക്കസിൽ ഉള്ളതിനെ സൂചിപ്പിച്ചിട്ടാണോ പറഞ്ഞത്, അല്ലെങ്കിൽ അത് ബോംബെകളെ പറ്റി തോന്നുന്നുണ്ട്. ശരി, ആടെ ഉള്ള മൂപ്പര് പരിശോധിച്ചു അങ്ങനെയൊന്നും പറഞ്ഞില്ല. അവിടെ ഉള്ളതിനെ പറ്റി മൂപ്പര് പറഞ്ഞതായിട്ട് തോന്നുന്നുണ്ട്. ഇവിടെ ഉള്ളതിനിപ്പോ നേരില്ലാന്നോ അങ്ങനെ എന്തോന്ന് പറഞ്ഞാൽ തോന്നുന്നു. ശരി, അതല്ലേ ഞാൻ പിന്നെ അതിലേക്കൊന്നും കടന്നില്ല. കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോ ഈ താല്പര്യം കുറഞ്ഞു. മൂപ്പരുടെ ഈ എന്താ പറയാ, ഒരു പഠിക്കുന്നവനെ സമീപിക്കുന്ന ശൈലിയിലല്ല മൂപ്പര് സംസാരിക്കുന്നത്. കുറെ വളച്ചു കിട്ടും, കൊറെയൊക്കെ നമ്മളെന്താ പറയാ ആണ്ട് പ്രസ് ചെയ്യലും, നിങ്ങളാണ്ട് വിശ്വസിക്കണം ഞാനത് പറഞ്ഞാല് അതിലപ്പുറം എന്തിനാ ചോദിക്കുന്നത് എന്നൊരു ശൈലിയും. അതേസമയത്ത് നമുക്ക് വേണ്ടിട്ട് മനസ്സ് തുറന്ന് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളൊക്കെ ഞാൻ തീർത്തു തരാം, നിങ്ങൾ പഠിക്കാൻ തയ്യാറുണ്ടോ എന്ന് എന്റെ അടുത്ത് പഠിച്ചോളി എന്നൊരു ശൈലി നമുക്ക് ഇരിക്കുന്നുവെങ്കിൽ ആ ഒരു ശൈലി നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചു മൂപ്പരോട് ഡീൽ ചെയ്യും. ഇതങ്ങനല്ല മൂപ്പരുള്ളതേ. പിന്നെ നമ്മൾ അറ്റാക്ക് ചെയ്ത് കയറണം. അത് പിന്നെ എനിക്ക് വേണ്ടാന്ന് തോന്നും. അറ്റാക്ക് ചെയ്ത് കയറി മൂപ്പരുള്ള ബന്ധത്തെ ഉടച്ച് അത് വേണ്ടാന്ന് തോന്നി എനിക്ക്. പേടിയായിട്ടല്ലോ. ഇത് ശാന്തമായിട്ട് നിങ്ങൾ പറഞ്ഞല്ലെങ്കിൽ ഓ ശാന്തായിട്ട് തന്നെ മൂപ്പർക്ക് ഞാൻ കാണൊക്കെ ചെന്നപ്പോൾ പോരുമ്പോഴൊക്കെ കൈയൊക്കെ പിടിച്ച് മുത്തി അവസ്ഥ തന്നെ. പിന്നെ ലാസ്റ്റിനോട് ചോദിച്ചു ഈ എന്താ അവിടെ ഇവിടെ ഒന്നും ഇല്ലാത്ത ഇവിടെ മർക്കസിൽ ഒരു സ്ഥലത്തിൽ കൂടെ ഞാൻ പറഞ്ഞു ഉസ്താദെ ഞാൻ നാട്ടിൽ നിന്ന് പുറത്ത് നിൽക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഒരു 2 കൊല്ലം കൂടെങ്കിലും പുറത്ത് നിൽക്കട്ടെ, നാട്ടിൽ വരച്ച് പിന്നെ നടത്താലോ. അവരെ നാട്ടിൽ വരച്ച് നടത്തിയാൽ ഇജ്ജത്തുണ്ടാവും, കുറെ ശിഷ്യന്മാരുണ്ടാക്കാം. പുറത്തിട്ട് എനിക്കെത്താൻ അതിന്റെ ഇടയ്ക്ക് ആ ലൈൻ നിങ്ങൾ കേട്ടില്ല സുഹൃത്തുക്കളെ? നിനക്ക് മർക്കസിൽ ദർശ നടത്തിക്കൂടെ? തിരികേശത്തിൽ വിശ്വാസമില്ലാത്ത ഒരാളോട് കാന്തപുരം ചോദിക്കാണ്ട് മർക്കസിൽ ദർശ നടത്തിക്കൂടെ? അപ്പൊ ഇയാൾക്ക് എത്ര വിശ്വാസം ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതിന്റെ ഒക്കെ കഥ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാ, നമ്മുടെ കയ്യിലുള്ള ഒരു ഒറിജിനൽ ഷെയർ മുബാറക്കിനെ നിഷേധിക്കുന്ന ഒരാളാ നമ്മളെ സ്ഥാപനത്തില് ഇവര് ഈ SGVക്കാർക്ക് എന്നോടുള്ള വെറുപ്പ് എന്താണ് പറഞ്ഞത്? ഞാൻ തിരികേശത്തിന്റെ വിരോധി ആയി എന്നുള്ളതല്ലേ ഇവരെ കാര്യമായ വെറുപ്പ്. എടോ അങ്ങനെയാണ് നിങ്ങളെ കാന്തപുരം ഈ പറയുന്ന നസീർ അസീരിയോട് മർക്കസിൽ ദർശ നടത്താൻ വേണ്ടി ക്ഷണിക്കുന്നത് നിങ്ങളെന്താ പറയാ? ആരോടാ ചോദിക്കുന്നത്? എന്തെങ്കിലും ഒരു കഥയുള്ള കൗമാരിക്കണ്ടേ? എന്തെങ്കിലും ഒരു കഥയുള്ള കൗമാരിക്കണ്ടേ? നല്ലവരോട് ചോദിച്ചിട്ട് കാര്യമുള്ളൂ. ഏതായാലും ക്ലിപ്പ് കംപ്ലീറ്റ് ആക്കി എന്നിട്ട് ബാക്കി പറയാനുണ്ട്. ഓ ശാന്തായിട്ട് തന്നെ മൂപ്പർക്ക് ഞാൻ കാണൊക്കെ ചെന്നപ്പോൾ പോരുമ്പോഴൊക്കെ കൈയൊക്കെ പിടിച്ച് മുത്തി അവസ്ഥ തന്നെ. പിന്നെ ലാസ്റ്റിനോട് ചോദിച്ചു ഈ എന്താ അവിടെ ഇവിടെ ഒന്നും ഇല്ലാത്ത ഇവിടെ മർക്കസിൽ ഒരു സ്ഥലത്തിൽ കൂടെ ഞാൻ പറഞ്ഞു ഉസ്താദെ ഞാൻ നാട്ടിൽ നിന്ന് പുറത്ത് നിൽക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഒരു 2 കൊല്ലം കൂടെങ്കിലും പുറത്ത് നിൽക്കട്ടെ, നാട്ടിൽ വരച്ച് പിന്നെ നടത്താലോ. അവരെ നാട്ടിൽ വരച്ച് നടത്തിയാൽ ഇജ്ജത്തുണ്ടാവും, കുറെ ശിഷ്യന്മാരുണ്ടാക്കാം. പുറത്തിട്ട് എനിക്കെത്താൻ 2 ആൾക്കാരുണ്ടാവും. ഞാൻ പറഞ്ഞ അത് സാറില്ല ഇപ്പൊ 2 ആൾക്കാരാണുള്ള ഒരു ധനപ്പെട്ട ആൾക്കാർ തന്നെ, മറ്റു മോശക്കാരൊന്നുമല്ല. അങ്ങനെ അങ്ങനെ ആയിക്കോട്ടായിരുന്നു. ഈ എവിടെങ്കിലും ഒന്ന് വേണമെന്ന് പറഞ്ഞു. എന്താ ഇപ്പൊ ചെയ്യാ? അതുകൊണ്ട് നമ്മളിത് പുറത്തേക്കൊന്നും ഒരു നിലക്കും ലീക്കാവാതെ നമ്മളുടെ ഒരു ചർച്ച ചെയ്തിട്ട് നമ്മക്ക് ഇതിലൊരു തീരുമാനം നിലപാടെടുക്കാന്നല്ലാതെ പുറത്തേക്ക് ഇത് ലീക്കാക്കി കൊണ്ടുപോകണ്ട. കാരണം എന്താ വെച്ചാൽ ഇത് ലീക്കാക്കിട്ട് നമ്മൾ കൊണ്ടുപോകണം. ലീക്കക്കാരുടെ അടുത്താണെങ്കിൽ അതിൽ ഒരു സൈറും ഇല്ല, ഒരു സൈഡ് അതിലില്ല, സെർവർ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളാൾക്കാരുടെ നമ്മളിത് കൊണ്ടുപോകണമെന്നൊന്നുമില്ല. ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് ഏറെക്കുറെ എത്തിയിട്ടുണ്ട് സാധനം, ഈ വിഷയങ്ങളൊക്കെ.
അല്ല അത് ക്രമേണ അറിയിക്കോളും. നൗഷാദ് ഹസൻ എത്ര തൊള്ള ഇതാക്കിയിട്ട് പ്രസംഗിച്ചാലും ഇത് അല്ല ഞാൻ പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ മാതിരിയോ അല്ലെങ്കിൽ വേറെ ഏതോ നാട്ടിലെ ജനങ്ങളെ മാതിരിയല്ല. ഓരോട് പറയുമ്പോ അതിന്റേതായ ഒരു സ്റ്റാൻഡിൽ പറയണം. എന്തൊക്കെയാ ഓരോരുത്തർ പ്രസംഗിക്കുകയും പിടിക്കച്ച എല്ലാരും മടങ്ങും. ഹസനിക്കൊക്കെ കൺട്രോളിങ് വരും. ഞാൻ നല്ല പറഞ്ഞിട്ടുണ്ട്. ചുള്ളിക്കോടിനോടൊക്കെ ഞാൻ നന്നായി പറഞ്ഞിട്ടുണ്ട്. ഹോമ്പലത്തെ കാര്യത്തില് സംശയമല്ല, അത് തട്ടിപ്പാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മൂപ്പര് ഒന്നും പറയണില്ലല്ലോ. മൂപ്പര് കേട്ടിട്ട് എങ്ങനെ വിശ്വസിച്ചോ, ഞാനിങ്ങനെ വിശ്വസിക്കുന്നു. അപ്പോഴാ ഞാൻ പറഞ്ഞ ഇത് ഇത്രയും സിമ്പിൾ ആയിരുന്ന ഒരു വിഷയമായിരുന്നെങ്കിൽ തുടക്കത്തിൽ ഈ നയത്തിൽ നിന്നാ പോരുന്നോ. തുടക്കത്തിൽ നേരെ തിരിച്ചാണ് നമ്മളുണ്ടായത്. ഇത് ആണെന്ന് വിശ്വസിക്കൽ എത്തിക്കാരെ ധർമ്മം എല്ലാം വിശ്വസിക്കൽ ഈക്കക്കാരെ ധർമ്മം. അല്ലെ ആ നയത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇന്നും നിങ്ങൾ പോലും പിന്നെ അതെ ഇതാണ് എന്നുള്ള ഒരു ഇതിൽ നമ്മൾ നിന്നേനു നമ്മളിത് പഠിക്കാൻ ഇറങ്ങൂല. അതെ 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 അതന്നെ. ഒക്കെ നേരം വെളുക്കും പതുക്കെ പതുക്കെ. ഏതായാലും നടക്കട്ടെ. ഇപ്പം വേറെന്ത് പറയാനും പഠിച്ചു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ അറിയാൻ വേണ്ടി ചെറിയ കാര്യം ചോദിച്ചാ, ഈ ജീവനോട് സ്വപ്നത്തിന്റെ അത് അടക്കട്ടെ, ജീവനോടുള്ള ആളാണ് ഈ ഉമർ കാമിലി. ഉമർ കാമിലി എടുത്തിട്ടോ? എടുത്തിട്ട് ഞാൻ സംസാരത്തിനുണ്ട് ജിഷാൻ നിങ്ങളെ പറ്റി പറഞ്ഞു. രൂപം വിളിച്ചിട്ടുണ്ടോ ഉമർ കാമിലി അങ്ങനെ പറഞ്ഞില്ല. അപ്പൊ ഞാനാ എനിക്കെന്ത് ഉമർ കാമിലി തന്നെ ഈ ഉമർ കാമിലിനറിയാം വെച്ചിട്ട് മൂപ്പർ കോട്ട് ചെയ്ത്. അപ്പൊ ഓക്കെ അല്ല അങ്ങനെയൊന്നും മൂപ്പരനോട് എന്നോട് കോട്ട് ചെയ്തപ്പോ അങ്ങനെ പറഞ്ഞത് എനിക്കെന്ത് ഉമർ കാമിലി. അയാൾക്ക് ഇനി അയാൾ പറഞ്ഞു തന്നെ വെക്കുക. തെളിവെന്തല്ലേ അയാൾ പറഞ്ഞു അയാൾ പറഞ്ഞാലിപ്പോ ഇത് അല്ലാതാവോ? അപ്പൊ ഞാൻ അതൊക്കെ ശരി തന്നെയാണ്. അത് അയാൾ പറഞ്ഞാൽ അല്ലാതാവൊന്നുമില്ല. പക്ഷെ ഇത് പറഞ്ഞെങ്ങനെ വെച്ചാൽ ഇതൊന്നും എല്ലാരും സുന്നികളുടെ ഇടയിൽ ഇത്തിഫാക്കൊന്നും ഇല്ല. എന്നതിന് വേണ്ടിയുള്ള തെളിവ് പറഞ്ഞെന്നുള്ളൂ. ഈ മനുഷ്യന്മാരൊക്കെ കാപട്ടികൾ നോക്കണം. ഇപ്പൊ പറഞ്ഞേട്ടോ, ഉമർ കാമിലി പറഞ്ഞാൽ അല്ലാതാവും. നിങ്ങൾ കേട്ടില്ല? ആ വാക്കുകൾ കേട്ടില്ലേ സുഹൃത്തുക്കളെ? ഉമർ കാമിലി പറഞ്ഞത് അല്ലാതാവും. ഇതാരാ പറയുന്നത്? ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തിയുടെ സാന്നിധ്യത്തിൽ മറ്റ് പല പ്രമുഖന്മാരായ പണ്ഡിതന്മാരുടെയും സാന്നിധ്യത്തിൽ ഈ പണ്ഡിതന്മാരെ മുമ്പെന്ന് കൊടുത്തിട്ട് അതിന് തെളിവ് പറഞ്ഞ ഒരു മനുഷ്യനാണ് ഇപ്പൊ പറയുന്നത് ഉമർ കാമിലി ഇതിനെ നിഷേധിച്ചപ്പോ ഉമർ കാമിലി പറഞ്ഞാല് തെളിവാകുമോ? എന്റെ പടച്ചവനെ, ഇവരൊക്കെ താങ്ങി നടക്കുന്ന കൗമുണ്ടല്ലോ, അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കുമാറാകട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, ഉമർ കാമിലി പച്ചയായി നിഷേധിച്ചപ്പോ ഉമർ കാമിലി പറയുന്നതിന് എന്താ തെളിവ്? ഉമർ കാമിലി പറഞ്ഞാൽ അത് ദീനി തെളിവാണോ? എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇതേ മനുഷ്യൻ തന്നെയല്ലേ അലി ജുമ ഇരിക്കുന്ന സദസ്സെന്നാണ് ആ മുടി കൈമാറ്റം നടന്നത് എന്ന് പറഞ്ഞിട്ട് ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ഈ കഴിഞ്ഞ പണ്ഡിതന്മാരൊക്കെയും അതിന് സാക്ഷിയാണ്, അവരൊക്കെ അംഗീകരിച്ചു എന്നുള്ള പച്ചമണ തട്ടിവിട്ടത്? അത് സാക്ഷാൽ ബഷീർ ഹാജി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞില്ലേ? ഈ മുടി കൈമാറിയതിനു ശേഷം ഈ പറയുന്ന ഉമർ കാമിലിയുടെ നേതൃത്വത്തിൽ അന്ന് യോഗം ചേർന്ന പണ്ഡിതന്മാരൊക്കെയും അത് അംഗീകരിച്ചിട്ടില്ല, അത് വ്യക്തമായി തള്ളിയതാണെന്ന് വ്യക്തമായി പറഞ്ഞില്ലേ? എന്നിട്ട് ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടുന്ന ഓരോ ഭാഗങ്ങൾ അടർത്തിയെടുത്തിട്ട് സന്ദർഭത്തിൽ നടത്തിയെടുത്തിട്ട് കളിക്കുന്ന കളി ധാരോടാ കളിച്ചത്? മുപ്പരെന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊന്നും കളിയല്ല, കളിയാകുന്ന കളി വരുന്നൊരു കളിയുണ്ട്. അതിനെ പറയാനുള്ളത് എല്ലാ കളിക്കാരെയും കളി പഠിപ്പിക്കുന്ന ഒരു കളി അത് വരാനിരിക്കുന്നു എന്നേ പറയാനുള്ളൂ ഇദ്ദേഹത്തോടും. ഏതായാലും തീരാനായിട്ടുണ്ട്. തോട്ടക്കാട് തന്നെ മൈക്കിലേക്ക് വന്നോളൂ ഇൻഷാ അല്ലാഹ്. അതിന്റെ ശേഷം പിന്നെ ARCKPയോ നൂർഫൈസ് ഉസ്താദോ ഏതായാലും പറയേണ്ട കാര്യങ്ങളൊക്കെ വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട് അസീരി. ഏതായാലും ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. എന്നോട് കോട്ടയം അങ്ങനെ പറഞ്ഞത് എനിക്കെന്ത് ഉമർ കാമിലി. അയാൾക്ക് ഇനി അയാൾ പറഞ്ഞു തന്നെ വെക്കുക. തെളിവെന്തല്ലേ അയാൾ പറഞ്ഞാലിപ്പോ ഇത് അല്ലാതാവോ? അപ്പൊ ഞാൻ അതൊക്കെ ശരി തന്നെയാണ്. അത് അയാൾ പറഞ്ഞ അല്ലാതാവൊന്നുമില്ല. പക്ഷെ ഇത് പറഞ്ഞെങ്ങനെ വെച്ചാൽ ഇതൊന്നും എല്ലാരും സുന്നികളുടെ ഇടയിൽ ഇത്തിഫാക്കൊന്നും ഇല്ല. എന്നതിന് വേണ്ടിയുള്ള തെളിവ് പറഞ്ഞെന്നുള്ളൂ.
അത് ഞാൻ ഭാര്യയും കൂടി പറഞ്ഞു, അബുദാബിയിൽ അറബി പറഞ്ഞ മറ്റൊക്കെ പറഞ്ഞു. അപ്പൊ മൂപ്പര് അവർക്ക് വന്നു, അംഗീകരിക്കാൻ നിർബന്ധമായി. അല്ല, ഉമർ കാമിലിന്റെ വിഷയം പറഞ്ഞപ്പോ മൂപ്പര് നിഷേധിച്ച മൂപ്പര് പറഞ്ഞില്ലല്ലേ? നിഷേധിച്ചിട്ടില്ല. അല്ലല്ലേ, എന്നോട് നിഷേധിച്ചില്ല. അങ്ങോട്ട് നിഷേധിച്ചിട്ടുണ്ടാവും. ഇപ്പൊ നിഷേധിക്കുന്നവർക്ക് മൂപ്പര് വിട്ടിക്കണം. കാരണം വെച്ചാൽ ഇപ്പൊ കുറെ മൂപ്പര് ഇനിയിപ്പോ അതൊന്നും പറഞ്ഞാൽ യേശുലാന്ന് മൂപ്പർക്ക് തോന്നിണ്ടാവേ. അപ്പൊ ഫ്ലൈറ്റ് മാറ്റി. ശരി. അല്ല, അപ്പൊ ഞാൻ മൊത്തത്തിൽ ഇപ്പൊ സംസാരം കഴിഞ്ഞപ്പോ ഞാനും നിങ്ങളൊക്കെ ഇപ്പൊ ബ്ലാക്ക് ലിസ്റ്റിലാണ് അല്ല വൈറ്റ് ലിസ്റ്റിലാ? അതിലല്ല ഇപ്പൊ എങ്ങനെ കേട്ടില്ല? ഇപ്പൊ മൊത്തങ്ങൾ സംസാരം കഴിഞ്ഞപ്പോ നിങ്ങളും ഞാനൊക്കെ മൂപ്പര് ബ്ലാക്ക് ലിസ്റ്റിലാണോ വൈറ്റ് ലിസ്റ്റിലാണോ, ഏത് ലിസ്റ്റിലാണ് നിങ്ങൾക്ക് തോന്നിയേ? അസ്വദ അബിയുള്ള ബ്ലാക്ക് അങ്ങനൊന്നും ഇല്ല. മൂപ്പര് ഇത് നിങ്ങൾ എന്തിനാണ് ഇതിപ്പോ ഒരു വിഷയമാക്കി എടുത്തത് എന്നുള്ളൊരു ശൈലി മൂപ്പര് എടുത്തുണ്ടായിട്ടുണ്ട്. എന്തിനാണ് ഇപ്പൊ നിങ്ങളിതൊരു വിഷയമാക്കി എടുത്തത്, ഇത് പിന്നെ സനത് വേണ്ട കാര്യമാണോ, സൂറത്തുണ്ടായ പോലെ. അപ്പൊ ഞാനതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. നമ്മള് സനത് വേണമെന്ന് വാശി പിടിച്ചിട്ടല്ലോ ഇതിനിറങ്ങിയത്. നമ്മളിങ്ങോട് സനത് ചോദിച്ചിട്ടില്ലല്ലോ. പക്ഷെ നിങ്ങൾ സനത് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഉണ്ടെങ്കിൽ പിന്നെ അത് കാട്ടിത്തരും എന്നുള്ളൊരു ശൈലി നമ്മൾ സംസാരിച്ച് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഉണ്ടെങ്കിലേ കാട്ടിത്തന്നൂടെ, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഉണ്ടെന്ന് വരാൻ നിൽക്കണം. അത് തന്നെ. അതുപോലെ ഈ ഹസരജി മറ്റേ ബോംബെ പോയി വാങ്ങിയതും സംസാരിച്ചോ? എന്തിനാണ് ഇപ്പൊ നിങ്ങളിതൊരു വിഷയമാക്കി എടുത്തത്, ഇത് പിന്നെ സനത് വേണ്ട കാര്യമാണോ, സൂറത്തുണ്ടായ പോലെ. അപ്പൊ ഞാനതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. നമ്മള് സനത് വേണമെന്ന് വാശി പിടിച്ചിട്ടല്ലോ ഇതിനിറങ്ങിയത്. നമ്മളിങ്ങോട് സനത് ചോദിച്ചിട്ടില്ലല്ലോ. പക്ഷെ നിങ്ങൾ സനത് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഉണ്ടെങ്കിൽ പിന്നെ അത് കാട്ടിത്തരും എന്നുള്ളൊരു ശൈലി നമ്മൾ സംസാരിച്ച് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഉണ്ടെങ്കിലേ കാട്ടിത്തന്നൂടെ, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഉണ്ടെന്ന് വരാൻ നിൽക്കണം. അത് തന്നെ. അതുപോലെ ഈ ഹസരജി മറ്റേ ബോംബെ പോയി വാങ്ങിയതും സംസാരിച്ചോ? മൂപ്പര് വാങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിനെ പറ്റി വാങ്ങിയതിനെ പറ്റി ഞാൻ പറഞ്ഞു. വാങ്ങിയിട്ടില്ല എന്ന് പറയുന്ന മൂപ്പര് അത് നിഷേധിക്കുന്നൊന്നുമില്ല. ഒക്കെ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ചില സംഗതികളൊന്നും നിഷേധിക്കാൻ പറ്റാത്തല്ല. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ മുമ്പ് നിഷേധിക്കൂല. അല്ലെ, മൂപ്പരെ നസബ വായിച്ച സമയത്ത് ഫസ്റ്റ് പറഞ്ഞു വെച്ചാല് അത് പാരമ്പര്യമായി കിട്ടിയെന്നാണല്ലോ പറഞ്ഞത്. അത് മറ്റേ ഹസറജിന്റെ വലിയ പരിചര്യ പോലെ ഏതായാലും അയിമൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല ഇപ്പൊ ഉള്ളത്. ഇപ്പൊ അബുദാബിയാണ് പിടുത്തല്ലേ? അതെ അതെ, കുറച്ചെങ്കിലും അയിമലാണ് പിടുത്തല്ലേ. അല്ലെ, നമ്മളിപ്പോ മനസ്സുകൊണ്ട് ദ്വാരക്കുന്നത് തന്നെയാണ്. ഈ ഒന്നുപോലെ അതിൽ അതങ്ങ് ആയിപ്പോട്ടേന്നുള്ള ഇതുവായുള്ളൂ. നമ്മൾ ആവണ്ടെന്നുള്ള പ്രവർത്തനം നമുക്കില്ല. അതെ അതെ അതെ. അല്ല, ചില ആളുകളെ വർത്താനം കേൾക്കുമ്പോ നമ്മളിത് ഇത് ആവരുത് നമ്മക്കെന്തോ നേർച്ചയാക്കിയ മാതിരി പോലെ വർത്താനം കേൾക്കുമ്പോ നമുക്കൊരു അഭിമാനമല്ലേ, നമുക്കൊരു എന്താ പറയണ്ട, കൽബിനൊരു സന്തോഷമുള്ള കാര്യമല്ലേ ഈ പറയുന്ന. ഈ പിന്നെ ഇപ്പം വലിയ കുളൂസ് അടിക്കുന്ന ആളുകളെക്കാൾ എത്രയോ സംസാരിച്ചില്ല. ഒന്നുമില്ല ഞാനും നിങ്ങളൊക്കെ ഈ വിഷയത്തില് കൂടുതലുള്ള ആളുകളൊക്കെ ഈ എന്താ പറയാ കിംബന്തി കടത്താനും തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ നല്ല ശ്രമങ്ങൾ ഉണ്ടാവേ. അല്ല, മൂപ്പർക്ക് കിട്ടുന്ന ഉറ്റിച്ചു കൊടുക്കാൻ പറ്റുന്ന കുറെ ആൾക്കാരുണ്ട്. മൂപ്പർക്ക് കൊടുക്കാൻ ആളുകളുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ നമ്മളെ ഈ പോക്കിന്റെ ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊക്കെ മൂപ്പര് കിട്ടണമെങ്കിൽ അത് ഏതായാലും ആ ഭാഗം ഏകദേശം കഴിഞ്ഞിട്ട് പിന്നെ ഒരു നാടൻ വർത്താനം മാതിരിയുള്ള ഭാഗങ്ങളാണ്. അതുകൊണ്ട് ഏതായാലും കേട്ട ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഒന്ന് പ്രതികരിക്കട്ടെ, എല്ലാവരും അഭിപ്രായങ്ങൾ പറയട്ടെ, എന്താ പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഈ വിഷയത്തിൽ ഒന്ന് പ്രതികരിക്കണം എന്നറിയിക്കുകയാണ്. മാനവികത വിടാതെ പ്രതികരിക്കുക. ഇൻഷാ അല്ലാഹ് നൂർ ഫൈസി ഉസ്താദ് ഉണ്ടെങ്കിൽ അതിന്റെ ഉദ്ഘാടനം നൂർ ഫൈസി ഉസ്താദ് പോയോ? ARCKP നൂർ ഫൈസി ഒന്നും ഇല്ലേ? നൂർ ഫൈസി ഉസ്താദിന്റെ ഏതായാലും ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിൽ നൂർ ഫൈസി ഉസ്താദിന്റെ പ്രതികരണത്തോടു കൂടി എല്ലാവരും ഒന്ന് പറയട്ടെ. കാരണം ഈ ഉള്ളിലുള്ള ഈ വികാരം എല്ലാവരും ഒന്ന് പുറത്ത് പറ. ആരാണ് ഇവിടെ നിഫാഖ് കാണിച്ചത് എന്നൊക്കെ ജനങ്ങൾ വിലയിരുത്തട്ടെ. ഇൻഷാ അല്ലാഹ് നൂർ ഫൈസി ഉസ്താദിലേക്ക് മൈക്ക് കൈമാറുന്നു. റബ്ബ് സുബ്ഹാനഹു തആല ഈ പ്രവർത്തനങ്ങൾ കൊണ്ടെങ്കിലും ഇത് അന്ധമായി വിശ്വസിച്ചിരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ കണ്ണ് തുറക്കാൻ ഉപകരിക്കപ്പെടുമെങ്കിൽ അള്ളാഹു അത് ഫലപ്രദമായ രീതിയിൽ അത് അവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു.